ഇന്ത്യയുടേതല്ല, RSSന്റേത് മാത്രമാണ്. നികുതിപ്പണം കൊണ്ടോടുന്ന പൊതുഗതാഗതം RSSന്റെ തറവാട് സ്വത്തുമല്ല. ദേശഭക്തിയുടെ കപടമേലങ്കി പുതപ്പിച്ചതുകൊണ്ട് മാത്രം RSS ശാഖയിൽ പാടിപ്പടിക്കുന്ന വരികൾ ഇന്ത്യയുടേതാകുമോ? എന്തിലും ഏതിലും ദേശീയത പറഞ്ഞ് RSS ആശയങ്ങളെ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് ഒരു മതേതര രാജ്യത്ത് എത്ര കാലം നിലനിൽപ്പുണ്ടാകുമെന്നാണ് ഇക്കൂട്ടർ കരുതുന്നത്? ഇന്നലെ വരെ RSS ഗണഗീതം എന്ന് പറഞ്ഞിരുന്നവർക്ക് ഇന്നത് മഹത്തായ ദേശഭക്തി ഗാനമാണ്. ദേശീയതയുടെ മൊത്തക്കച്ചവടം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ജനഗണമന എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനത്തിന് എതിരാണ് അവർ. അപ്പോൾ ദേശീയതയ്ക്കും രണ്ട് മാനദണ്ഡമോ? ദേശസ്നേഹമാണ് ആധാരമെങ്കിൽ ഇന്ത്യ അംഗീകരിച്ച ഒരേ ഒരു ദേശീയ ഗാനം എന്തേ പാടുന്നില്ല ശാഖകളിൽ എന്ന് ചോദിക്കുന്നില്ല. കാരണം മനുഷ്യൻ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എന്ത് പാടണമെന്നത് അവനവന്റെ മാത്രം അവകാശമാണ് എന്ന ബോധ്യമില്ലാത്തത് സംഘപരിവാറിന് മാത്രമാണ്. ഗാന്ധിവധത്തിന്റെ പാപം കഴുകിക്കളയാൻ എടുത്തണിഞ്ഞ കപട ദേശീയത കുപ്പായം അഴിച്ചാടാൻ രാജ്യത്തിന്റെ സ്വത്തിന്റെ തണൽ തേടരുത്. നാഗ്പൂരിൽ നിന്നും വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആയിക്കോണം അത്. ലോകത്തിനു മുന്നിൽ പട്ടിണിയെ കെട്ടിമറച്ചുകൊണ്ട് പരമപവിത്ര പൂങ്കാവനങ്ങളെ കുറിച്ച് പാടുകയാണവർ. ഒരു മുസൽമാന്റെ ഉദരത്തിൽ കുരുത്തതുകൊണ്ട് മാത്രം ശൂലത്തിൽ കുത്തിയെടുത്ത ഭ്രൂണത്തെ നോക്കി ഇവിടെ തളിരിട്ട ഒരു മൊട്ടും വാടിക്കരിഞ്ഞ് വീഴില്ല എന്ന് പാടുകയാണവർ. 2026 കേരള നിയമസഭയിൽ ഗണഗീതം പാടുമത്രേ. വെറുതെയല്ല ഈ മണ്ണിൽ നിലം തൊടാത്തത്. 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഒരു സർക്കാർ പരിപാടിയിലും സാർവദേശീയ ഗാനം കേൾക്കാത്തതാണ് സംഘപരിവാറും ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം. ഈ മണ്ണിൽ പിറന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയത്തുടുപ്പായ ഒരു മാതൃരാജ്യം ഇവിടെയുണ്ട്. അത് പക്ഷേ സംഘപരിവാറിന്റെ ഇന്ത്യയല്ല. അതിന് മതാധിഷ്ഠിത ദേശീയതയുടെ മുഖവുമില്ല. രാജ്യസ്നേഹത്തിന്റെ ഖണ്ഡകാവ്യം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ മതം തിരയാതെ മനുഷ്യനെന്ന് കാണാൻ പഠിക്കണം ആദ്യം. അതിന് സാധിക്കാത്തിടത്തോളം ഈ നാടിന്റെ 4ാം വേലിക്ക് പുറത്താണ് RSSന്റെ സ്ഥാനവും അവരുടെ കപട ദേശീയതയും. ഇന്നീ ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ ഡോക്ടർ ഷിജു ഖാൻ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് നിബിൻ കൃഷ്ണൻ BJP നേതാവ്, ശ്രീചിത്രൻ MJ സാമൂഹിക നിരീക്ഷകൻ, ചരിത്രകാരൻ എന്നിവരാണ്. അത് ഞാൻ നിബിനിലേക്ക് പോകുകയാണ്. നിബിൻ, ദേശഭക്തിയോ ദേശീയ സ്നേഹമോ ദേശസ്നേഹമോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നോക്കൂ, ഈ രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലാത്തൊരു ഗാനം ഔദ്യോഗികമായി നടന്നൊരു പരിപാടിയിൽ ഇടം പിടിക്കുന്നത് എങ്ങനെയാണ്? മാർച്ച് 10, 2025 കടക്കൽ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് സഖാവിനെ കൊണ്ട് വിപ്ലവ ഗാനങ്ങൾ പാടിക്കുമ്പോൾ കൈരളി ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കാത്തത് എന്തായിരുന്നു? ഇപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ കൈരളിക്ക് എന്താ ഇത്ര താല്പര്യം? ആ വിഷയവും ചർച്ച ചെയ്യേണ്ടതല്ലേ? പിന്നീട് ഹൈക്കോടതി അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം വേഴ്സസ് കടക്കൽ ടെമ്പിൾ എന്ന കേസിൽ ഹൈക്കോടതി പറഞ്ഞില്ലേ, ഇത്തരം തോന്നിയാസങ്ങൾ അമ്പലമുറ്റത്ത് പറ്റില്ല എന്ന്, ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അന്ന് നിങ്ങൾ ചർച്ച നടത്തിയില്ലല്ലോ. എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് ഇതിൽ നിങ്ങൾക്ക് ഇത്രയും പ്രകോപിതരാവാൻ നിങ്ങൾക്കുണ്ടായ കാരണം എന്താണ്? എന്താണ് ഇതിൽ പ്രശ്നം? അതൊന്നും പറയൂ. അതാണ് പറയുന്നത്. കടക്കൽ ക്ഷേത്രം ഇന്ത്യയുടെ പൊതുമുതലല്ലോ അല്ലേ? ഇന്ത്യയുടെ പൊതു സ്വത്തിനെ കുറിച്ചാണ് ചോദ്യം. ഇന്ത്യൻ റെയിൽവേ കടക്കൽ ക്ഷേത്രത്തിൽ ഇന്ത്യയുടെ പൊതുമുതലല്ല. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണെന്ന് അറിയില്ലല്ലേ? ദേവസ്വം ബോർഡ് ക്ഷേത്രമാണെന്ന് അറിയില്ലല്ലേ അങ്ങേക്ക്? അങ്ങ് ജഡ്ജ്മെന്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അത് ദേവസ്വം ക്ഷേത്രമാണ്. അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം വേഴ്സസ് കടക്കൽ ടെമ്പിൾ 18 മാർച്ച് 2025 വിധി പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അതും പൊതുമുതൽ തന്നെയാണ്. ഇവിടുത്തെ ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ്, അത് പൊതുമുതലാണ്, ഇവിടുത്തെ ഹിന്ദുക്കളുടെയാണ്. അവിടെ സഖാക്കൾക്ക് വിപ്ലവ ഗാനങ്ങൾ പാടാനുള്ള സ്ഥലമല്ല എന്ന് ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത്. നിങ്ങളുടെ തോന്നിവാസം നടത്താനുള്ള സ്ഥലമല്ല ഇതെന്ന്. പിന്നെ ഞാൻ ശിവൻകുട്ടി പറയുന്നത് കേട്ടു. ശിവൻകുട്ടി ആരെയാണ് ഈ പേടിപ്പിക്കുന്നത്? ശിവൻകുട്ടിക്കുള്ള മറുപടി ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും അവിടുത്തെ ജനങ്ങളും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ ഇവിടുത്തെ ജനാധിപത്യ കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ ഇറങ്ങും. അത് തടുക്കാൻ ഈ സർക്കാരിന് സാധിക്കില്ല. നിങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കേർട്ടൈൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1A കേർട്ടൈൽ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഓൾ സിറ്റിസൻസ് ഷെൽ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതിനെ കേർട്ടൈൽ ചെയ്യാൻ വേണ്ടി ഒരു സർക്കാർ ശ്രമിക്കുന്നു, ഇവിടുത്തെ ഇടതുപക്ഷം ശ്രമിക്കുന്നു. ഒരു പാട്ട് പാടുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഇത്ര പ്രശ്നമുണ്ടാകേണ്ട കാര്യം എന്താണ്? ഒരു ഗീതം ആലപിക്കുമ്പോൾ, ഗണം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. ഗ്രൂപ്പ് സോങ് ആലപിക്കുമ്പോൾ എന്താണ് പ്രശ്നം? പൊതുപരിപാടിയിൽ ഗവൺമെൻറ്റായി ബന്ധപ്പെട്ട സംവിധാനമോ റെയിൽവേ അല്ലല്ലോ ഇത് ചെയ്തത്.
5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സെലക്ട് ചെയ്തപ്പോൾ എറണാകുളത്തെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം വന്നു. അതിലെ കുട്ടികളോട് ഇംഗ്ലീഷിലൊരു പാട്ട് പാടാൻ പറഞ്ഞു. അവർ വന്ദേമാതരം ആലപിച്ചു. പിന്നീട് മലയാളത്തിൽ പാടാൻ പറഞ്ഞപ്പോഴാണ് ഈ ഗീതം ആലപിച്ചത്. അതിൽ നിങ്ങൾ ഇത്ര പ്രക്ഷുബ്ധരാവേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിലെ അൺനാച്ചുറാലിറ്റി എന്താണെന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കണം. എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾക്ക് ഗുരുദേവന്റെ പേര് പറയുമ്പോഴാണോ പ്രശ്നം? ശ്രീനാരായണ അരവിന്ദൻ എന്ന് പറയുമ്പോഴാണോ പ്രശ്നം? ഇതൊരു ദേശഭക്തി ഗാനമാണ്, അതുകൊണ്ടാണ് അവിടെ പാടിയത് എന്നുള്ളതാണോ അപ്പോൾ നിബിൻ പറഞ്ഞു വരുന്നത്? ദേശഭക്തി ഗാനം എന്നുള്ളതാണോ താങ്കളുടെ പോയിന്റ്? നുകത്തിൽ കെട്ടി ഗുരുദേവനെ കെട്ടിവലിച്ച ആളുകൾക്ക് ഗുരുദേവൻ എന്ന് കേൾക്കുമ്പോൾ പ്രക്ഷുബ്ധമാവും. അവർക്കത് ഇഷ്ടപ്പെടില്ല. സ്റ്റാലിൻ, ലെനിൻ എന്ന് കേൾക്കുന്നത് പോലെയല്ല. ശ്രീനാരായണ ഗുരുദേവന്റെ പേര് കുട്ടികൾ പാടി കേൾക്കുമ്പോൾ ഇവിടെ ആർക്കാണ് വിഷമം ഉണ്ടാവുന്നത്? ആർക്കാണ് ഇത്ര പ്രശ്നം? ആർക്കാണ് സമാധാനം നഷ്ടപ്പെടുന്നത്? അന്ന് SNDP യോഗത്തിന്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് CPM-ന്റെ നിലപാടിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് ഇത്ര പ്രശ്നം? അതായത് ഇത് ദേശഭക്തി ഗാനമായതുകൊണ്ടാണ് ആ ചടങ്ങിൽ, വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇത് പാടിയത് എന്നുള്ളതാണോ നിബിൻ അപ്പോൾ പറഞ്ഞു വരുന്നത്? വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇത് പാടിയില്ലല്ലോ. ഉദ്ഘാടന ചടങ്ങിലല്ലല്ലോ പാടിയത്. ശരി, അത് പറയൂ. അത് പാടിയല്ലോ, അത് പാടിയിട്ടില്ല എന്ന് തന്നെ പറയരുതേ ഇനി. അല്ലല്ല, അത് നിങ്ങൾ തിരുത്തി പറയൂ ആദ്യം. ഉദ്ഘാടന ചടങ്ങിൽ ഇത് പാടിയിട്ടുണ്ടോ ഇല്ലേ? നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്ത് പോവാം. ഉദ്ഘാടന ചടങ്ങിൽ പാടിയിട്ടുണ്ടോ? സ്ട്രൈറ്റ് ആൻസർ ആണല്ലോ, യെസ് ഓർ നോ. നിങ്ങൾ അങ്ങനെയാണല്ലോ ചോദിക്കാറ്. ഉദ്ഘാടന ചടങ്ങിൽ പാടിയിട്ടുണ്ടോ ഇല്ല എന്നാണ് എന്റെ അറിവ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഈ ചോദ്യത്തിന് BJP നേതാക്കൾ മാത്രം ഉത്തരം പറയൂ. അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകാല്ലേ? ഒരു മിനിറ്റ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. BJP നേതാക്കൾ മാത്രം പങ്കെടുത്തൊരു ചടങ്ങ്, അതിൽ പങ്കെടുക്കുന്ന കേന്ദ്രീയ വിദ്യാലയം അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ല എന്നുള്ളതിന് സമ്മതിക്കണമായിരിക്കുമല്ലേ? അവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഗാനം അവർ അത് അവിടെ പാടുന്നു. അതാണല്ലോ സംഭവിച്ചത് അല്ലെ ശ്രീ നിബിൻ? അപ്പോൾ അത് ദേശഭക്തിയുടെ മേലങ്കി നിങ്ങൾ അതിന് ചാർത്തി കൊടുക്കുകയാണ്. നിങ്ങൾ അതിന് ചാർത്തി കൊടുക്കുകയാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇന്ത്യൻ റെയിൽവേ താങ്കൾ ഇത് കേൾക്കൂ. ഇന്ത്യൻ റെയിൽവേ ഇത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് നാടറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ എന്താണ് ഇത് പോസ്റ്റ് ചെയ്തത്? ഇത് എന്ത് പറഞ്ഞാണ് പോസ്റ്റ് ചെയ്തത്? വളരെ നല്ല പാട്ടായതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തത്. ഈ പാട്ടിന് എന്താണ് കുഴപ്പം? അതല്ല ഞാൻ ആദ്യം ചോദിച്ചത്. നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഇത് ഉദ്ഘാടന സഭയിൽ പാടിയതാണോ? ഉദ്ഘാടന സഭയിലാണോ പാടിയത്? വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസമാണോ ഇത് പാടിയത്? ദിവസം അപ്പൊ ക്ലിയർ ആയി. ഉദ്ഘാടന ദിവസം വണ്ടിക്ക് ആ വന്ദേ ഭാരത് ട്രെയിനിന്റെ അകത്ത് നിന്ന് വിദ്യാർത്ഥികൾ പാടിയതാണ്. ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ ക്ലിയർ ആണ്. അതിൽ സ്റ്റേറ്റിന്റെ ഇടപെടലോ റെയിൽവേയുടെ ഇടപെടലോ ഇല്ല. ആ കുട്ടികളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. അവരുടെ എക്സ്പ്രഷൻ തടുക്കാനാണ് ഇടതുപക്ഷ സർക്കാരും ഇവിടുത്തെ ഇടതുപക്ഷവും ശ്രമിക്കുന്നത്. ഇത് സ്റ്റാലിനോ ലെനിനോ ഭരിക്കുന്ന രാഷ്ട്രമല്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള രാഷ്ട്രമാണ്. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ നോർത്ത് കൊറിയയിൽ പറയുന്ന പോലെ ഒരേപോലെ മുടിവെട്ടാനോ ഒരുപോലെ വസ്ത്രം ധരിക്കാനോ അങ്ങനെ നിയമങ്ങളുള്ള രാഷ്ട്രമല്ല. അത് ജനാധിപത്യ രാഷ്ട്രമാണ്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രമാണ്. അതിൽ നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോർമലായ ഒരു പാട്ട് പാടുന്നു. അതാണ് താങ്കളുടെ വാദം. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ ഷിജു ഖാൻ, നോക്കൂ, അങ്ങനെ ഉദ്ഘാടന ദിവസം അത് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗം പോലും അല്ല എന്നുള്ളത് നിബിൻ പറയുന്നു. ഉദ്ഘാടന ദിവസം അതിൽ യാത്ര ചെയ്ത കുറച്ച് കുട്ടികൾ അവർ 1 or 2 ഗാനം പാടുന്നു. അതിലൊരു ഗാനമായി ഈ ഗാനവും പാടുന്നു. എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു വീഡിയോ പങ്കുവയ്ക്കുകയാണ്. ആ വീഡിയോ RSS അവരുടെ ശാഖകളിൽ ഉപയോഗിക്കുന്ന ഗണഗീതം എന്നറിയപ്പെടുന്ന പാട്ടാണ് കുട്ടികൾ പാടി റെയിൽവേ അത് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഗണഗീതം എന്നത് ഏതെങ്കിലും ദേശഭക്തി ഗാനമായിട്ട് നമ്മുടെ രാജ്യത്തിലെയോ നമ്മുടെ സംസ്ഥാനത്തിലെയോ ഔദ്യോഗിക സംവിധാനങ്ങളോ മറ്റേതെങ്കിലും തരത്തിൽ നിയമപരമായോ
അംഗീകരിക്കപ്പെട്ട ഒരു ഗാനമല്ല എന്ന് മാത്രമല്ല, ഇന്നുവരെ ദേശീയ പ്രാധാന്യമുള്ള ഭരണഘടനാപരമായ സംവിധാനങ്ങളിലൊന്നും RSSൻ്റെ ഗണഗീതം ഔദ്യോഗിക ഗാനമായിട്ട് ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കാൻ പാടുള്ളതുമല്ല. RSS 1940 മുതൽ 30കളിലും 40കളിലുമൊക്കെ അവരുടെ ശാഖകളിൽ ഉപയോഗിച്ച ഗണഗീതത്തിൻ്റെ മറ്റൊരു വേർഷനാണ് മലയാളത്തിൽ വ്യാപകമായി അവരുടെ ശാഖകളിൽ ഉപയോഗിച്ചു വരുന്ന ഇപ്പോൾ റെയിൽവേ പുറത്തുവിട്ടിട്ടുള്ള വരികൾ. അപ്പോൾ RSSന് അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ ഓഫീസുകളിലും RSS പ്രവർത്തകരുടെ വീടുകളിലും ഏതെങ്കിലും ഒരു പാട്ട് പാടുന്നതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ട് അവർക്ക് ആ പാട്ട് വിശ്വസിക്കാനോ അത് പ്രചരിപ്പിക്കാനോ ഉള്ള സ്വാതന്ത്ര്യത്തെയും ആരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല ഇവിടെ ഉയർന്നു വരുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന ഭരണഘടനയിലെ പ്രശ്നമല്ല ഇവിടെ ഉയർന്നു വരുന്ന അടിസ്ഥാന വിഷയം RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംഘടന വർഗീയ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ള ഒരു സംഘടന എല്ലാ അവരുടെ ശാഖായോഗങ്ങളിലും അതിൻ്റെ ഭാഗമായിട്ട് RSSൻ്റെ ഒരു ആചാരമായി ഉപയോഗിക്കുന്ന ഒരു ഗണഗീതത്തെ ഇന്ത്യൻ റെയിൽവേ എന്തിന് പ്രൊമോട്ട് ചെയ്യണം? ഇന്ത്യൻ റെയിൽവേ എന്തിന് അതിൻ്റെ പ്രചാരകരാവണം? അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യൻ റെയിൽവേ പ്രചാരണം കൊടുക്കേണ്ടത് ദേശീയ ഗാനത്തിനാണ്, അല്ലെങ്കിൽ ദേശാഭിമാന പ്രചോദിതമായി രാജ്യം അംഗീകരിച്ച ഗാനശകലങ്ങളാണ്. അടിസ്ഥാനപരമായ വിഷയം RSS ഇന്ന് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന എന്ന് തുടങ്ങുന്ന മഹാനായ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ മാറ്റണം എന്ന്, ദേശീയ ഗാനമായിട്ട് അതിനെ അംഗീകരിക്കരുതെന്ന് BJPയുടെ ഉത്തര കന്നഡയിലെ MP വിശ്വേശ്വർ കഗേരി പറഞ്ഞിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. അസുധ, നിങ്ങൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. RSSൻ്റെയും BJPയുടെയും നേതാക്കന്മാർ ഇന്ത്യയുടെ ദേശീയ ഗാനം മാറ്റണം, അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് 4 ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യയെ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഏകീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി പ്രവർത്തിച്ച ഇന്ത്യൻ റെയിൽവേ, ആ ഇന്ത്യൻ റെയിൽവേ അവരുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെ ദേശീയ ഗാനമല്ല പ്രക്ഷേപണം ചെയ്തത്, ദേശീയ ഗീതമല്ല പ്രക്ഷേപണം ചെയ്തത്, RSSൻ്റെ ഗാനമാണ്. RSSൻ്റെ ഗാനം ഇന്ത്യൻ റെയിൽവേ പ്രക്ഷേപണം ചെയ്തിട്ട് അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? രണ്ടാമത്തെ വിഷയം, യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിനെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ടും RSSൻ്റെ ഗാനം അടിച്ചേൽപ്പിക്കുകയാണ്. അത് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ദിവസം ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. എന്തിനാ അതിനെ അസിതയോട് അസഹിഷ്ണുത കാണിക്കുന്നത്? എത്ര മണിക്ക് ഉദ്ഘാടനം ചെയ്തു, എന്ന് ഉദ്ഘാടനം ചെയ്തു, ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാണോ? ഒറ്റ മറുപടി പറയൂ എന്ന് പറയുന്നത് വിശാല അർത്ഥത്തിൽ ഈ രാജ്യം കണ്ടതല്ലേ? അത് ഉദ്ഘാടനത്തിന്റെ ഭാഗം തന്നെയാണ്. ഉദ്ഘാടനം ചെയ്യപ്പെട്ട വന്ദേ ഭാരതിന്റെ ഉടമയായ ഇന്ത്യൻ റെയിൽവേ പ്രക്ഷേപണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഉദ്ഘാടനത്തിന്റെ ഭാഗം തന്നെയാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് RSSന്റെ ഗണഗീതം എങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റും? അത് പ്രചരിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ എങ്ങനെ പണം മുടക്കും? ഇന്ത്യൻ റെയിൽവേ എങ്ങനെ പ്രക്ഷേപണം ചെയ്യും? അപ്പോൾ RSSന്റെ ഗണഗീതം RSS ഉപയോഗിച്ചോ? അത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഞാനതിനെ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ കാര്യാലയങ്ങളിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ ശാഖകളിൽ ഉപയോഗിക്കാം.
നിങ്ങളൊരു വർഗീയ പ്രത്യയശാസ്ത്രം ഉപയോഗിക്കുന്ന സംഘടനയാണെങ്കിലും അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ കുറച്ച് പാവപ്പെട്ട പിന്നെ ഈ രാജ്യത്തെ ആളുകളുടെ മുന്നിലേക്ക് അവരെ കബളിപ്പിക്കുകയല്ലേ, മൈനറായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ആർ എസ് എസ് ഉപയോഗിക്കുന്ന RSSന്റെ പ്രത്യയശാസ്ത്ര പിന്നെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗാനം ആലപിച്ച് അതങ്ങ് അടിച്ചേൽപ്പിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ നിങ്ങളാണോ ശമ്പളം കൊടുക്കുന്നത്? അത് നാഗ്പൂരിലെ RSSന്റെ കാര്യാലയത്തിൽ നിന്നാണോ ശമ്പളം കൊടുക്കുന്നത്? BJPയുടെ കേന്ദ്ര കാര്യാലയത്തിൽ നിന്നാണോ ശമ്പളം കൊടുക്കുന്നത്? അത് എന്റെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP നേതാവിന്റെയും അസിതയുടെയും രാജ്യത്തെ ജനകോടികളുടെയും പൊതുഖജനാവല്ലേ ഇന്ത്യൻ റെയിൽവേ വർക്ക് ചെയ്യുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലല്ലേ? അവിടെ മതനിരപേക്ഷതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷതയുടെ ഭാഗമായ നമ്മുടെ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കണം, നമ്മുടെ ദേശീയതയുടെ ഭാഗമായ ഗാനങ്ങൾ ആലപിക്കണം. നിങ്ങൾ RSSന്റെ കാര്യാലയത്തിൽ എല്ലാ ദിവസവും ശാഖ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന പാട്ടെടുത്തു വെച്ച് ഇതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമെന്നും ദേശഭക്തി ഗാനമെന്നും പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് എങ്ങനെ പറയാം? ആവിഷ്കാര സ്വാതന്ത്ര്യം ആർക്ക്? വ്യക്തികൾക്കല്ലേ. ഇന്ത്യൻ റെയിൽവേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പൗരനുള്ള ഈ രാജ്യത്തെ പേഴ്സണുള്ള വ്യക്തികൾക്കുള്ള ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ തെരഞ്ഞെടുപ്പ് ഗാനം പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമോ? BJPയുടെ രാഷ്ട്രീയ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമോ? RSSന്റെ വർഗീയ വിഭജന രാഷ്ട്രീയത്തിന്റെ പ്രസംഗങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇന്ത്യൻ റെയിൽവേയും ആകാശവാണിയും ദൂരദർശനും ഒക്കെ പ്രക്ഷേപണം ചെയ്താൽ ഇതൊരു സെക്കുലർ രാജ്യം അല്ലാതാകും. ഇതിപ്പോഴും ഒരു സെക്കുലർ രാജ്യമാണ്. സെക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ഉള്ളത്. BJP അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഒരു സെക്കുലർ രാഷ്ട്രത്തിൽ, ഒരു സെക്കുലർ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ, ഒരു സെക്കുലർ സ്റ്റേറ്റ് കോൺസെപ്റ്റിന് കീഴിൽ BJPയും RSSും അവരുടെ കുടുംബങ്ങളും ഉപയോഗിക്കുന്ന RSSന്റെ ഗാനമെടുത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ആരെ അംഗീകരിക്കാൻ പോകുന്നത്? നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിക്കുന്ന റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ BJP സമ്മർദ്ദം ചെലുത്തുന്നു, നിർബന്ധിക്കുന്നു. അപ്പോ BJP ഇരിക്കാൻ പറഞ്ഞാൽ അതിനപ്പുറം ചെയ്യുന്ന ഇന്ത്യയിലെ റെയിൽവേ മേധാവിമാർ, മേലാളന്മാർ കുട്ടികളെ കൊണ്ട് ഇത് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നു. എന്നിട്ട് ഇതിനൊരു ദേശീയ ഗാനത്തിന്റെ പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഉത്തര കന്നഡയിലെ BJPയുടെ MP വിശ്വേശ്വർ കഗേരി പറയുന്നു ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ മാറ്റണം. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ, ചേർത്ത് വായിക്കുമ്പോ വളരെ വ്യക്തമല്ലേ, വളരെ വ്യക്തമല്ലേ എങ്ങോട്ടേക്കാണ് രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? നാളെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ ഇന്ത്യയിൽ ഒരുപാട് വർഗീയ സംഘടനകളുണ്ട്, വിഘടനവാദ സംഘടനകളുണ്ട്. RSSനെ പോലെ RSS ഒരു ഭൂരിപക്ഷ വർഗീയ സംഘടനയാണ്. രാജ്യത്ത് ന്യൂനപക്ഷ വർഗീയ സംഘടനകളുണ്ട്, ഭൂരിപക്ഷ വർഗീയ സംഘടനകളുണ്ട്, മതമൗലികവാദ സംഘടനകളുണ്ട്, ഭീകരവാദത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അവരെല്ലാം ഇത്തരം അവരവരുടെ പ്രത്യയശാസ്ത്രം പേറുന്ന, അവരവരുടെ വർഗീയ രാഷ്ട്രീയത്തെ പേറുന്ന നിലപാടുകളെ രാജ്യത്തിന്റെ നിലപാടുകളായി അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് കുമ്പിടണോ നമ്മള്? അതിനു മുമ്പ് വണങ്ങണോ നമ്മള്? അതിനു മുമ്പ് സാഷ്ടാംഗം പ്രണമിക്കണോ നമ്മള്? നമ്മുടേത് ദേശീയ ഗാനമാണ്. ആ ദേശീയ ഗാനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ദേശഭക്തി ഗാനങ്ങൾ ഒരുപാട് ദേശഭക്തി ഗാനമുണ്ട്. ഇത് ദേശഭക്തി ഗാനമായിട്ട് ഇന്ത്യയിൽ എവിടെയാണ് അംഗീകരിക്കപ്പെട്ടത്? ഇത് നിങ്ങളുടെ RSSന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട പാട്ടാണ്. ആ പാട്ട് നിങ്ങൾ പാടിക്കോ. അത് ഇന്ത്യൻ റെയിൽവേയെ കൊണ്ടും ആകാശവാണിയെ കൊണ്ടും ദൂരദർശനെ കൊണ്ടും പാടിപ്പിക്കാൻ കഴിയില്ല. അത് ഞങ്ങൾ അനുവദിക്കില്ല. പ്രതിഷേധം ഉയർത്തും. അതുകൊണ്ടാണ് പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയത്. അത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഞാൻ മടങ്ങി വരാം. ശ്രീചിത്രൻ, നോക്കൂ, ഗണഗീതം എന്നത് ഇന്ത്യയുടേതാണോ RSSന്റേതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ വളരെ സ്വാഭാവികമായി കുട്ടികൾ അത് ആ വേദിയിൽ പാടുകയായിരുന്നെങ്കിൽ, റെയിൽവേ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡ്യൂറിംഗ് ദി ഇനാഗുറൽ സെറമണി എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാണ് ആ ഗാനം പോസ്റ്റ് ചെയ്യുന്നത്. ഒന്നിലധികം ഗാനങ്ങൾ പാടിയെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ റെയിൽവേക്ക് കൃത്യമായി ഒരൊറ്റ ഗാനം മാത്രം പോസ്റ്റ് ചെയ്യാൻ തോന്നുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു ചടങ്ങിൽ RSSന്റെ ഗണഗീതം അവതരിപ്പിക്കുന്നതിലെ, പാടുന്നതിലെ യുക്തിരാഹിത്യം അല്ലെങ്കിൽ അതിലെ പ്രശ്നം അത് എത്രമാത്രമാണ്? ഇപ്പോൾ അഷിത സൂചിപ്പിച്ചതുപോലെ റെയിൽവേ അത് ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടത് എന്നത് റെയിൽവേ പോസ്റ്റ് ചെയ്തതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിലും അത് വ്യക്തമാണ്. അപ്പോൾ ആ പാടിയിരിക്കുന്ന ഗീതം, ഗണഗീതം എന്ന് പറയുന്നത് പാടിയ കുട്ടികളെ ഒറ്റതിരിഞ്ഞ് വിമർശിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളാരും വിമർശിക്കുന്നുമില്ല. കുട്ടികൾ നിരപരാധികളാണ്.
യഥാർത്ഥത്തിൽ ഇത്തരമൊരു ഗണഗീതം എങ്ങനെയാണ് റെയിൽവേ അവരുടെ ഒരു പോസ്റ്റായി പങ്കുവെക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. അതായത് റെയിൽവേ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഒരു പ്രതീകമായി കൂടിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ റെയിൽവേ ഉണ്ടായത് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിലെമ്പാടും ഉണ്ടായിരുന്ന ചാതുർവർണ്ണ്യം, സനാതനധർമ്മികൾ, ഇവരുടെയൊക്കെ ഇടയിൽ ജീവിച്ചിരുന്ന അങ്ങേയറ്റം വിഭജിതമായിരുന്ന ജാതി അതിരൂക്ഷമായി നിലനിന്നിരുന്നൊരു സമൂഹത്തിനെ യാത്രയാണ് കൂടുതൽ ജനാധിപത്യപരമാക്കിയത്. അതായത് ഇന്ത്യൻ ആധുനീകരണത്തിൻ്റെയും ഇന്ത്യൻ മതേതരത്വത്തിൻ്റെയും കൂടി പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേ. ആ അർത്ഥത്തിലുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പരിപാടിക്കകത്ത് RSSൻ്റെ ഗണഗീതം വരിക എന്ന് പറയുന്നത് ഒരുതരം കൾച്ചറൽ അക്വയറിംഗ് ആണ്. അതായത് സാംസ്കാരികമായ ഒരുതരം അധിനിവേശം ഏറെക്കാലമായി RSS നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് കഴിയാവുന്ന മുഴുവൻ സ്ഥലങ്ങളിലേക്കും എങ്ങനെയെങ്കിലും കുത്തിക്കയറി സ്പേസ് ഉണ്ടാക്കുക എന്ന പരിപാടി. അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പരിപാടിക്കകത്ത് ഗണഗീതം പാടുക എന്ന് പറയുന്ന പരിപാടി. ഈ ഗണഗീതം ഒരു ദേശഭക്തി ഗാനമാണ് എന്ന നിലയ്ക്കുള്ളൊരു നരേഷൻ ഇപ്പോൾ കണ്ടു. അത് യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു നരേഷനാണ്. ഇന്ത്യയിൽ ഒരുപാട് ദേശഭക്തി ഗാനങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം മുഹമ്മദ് ഇക്ബാലിൻ്റെ സാരേ ജഹാൻ സെ അച്ഛ പോലെയുള്ള പാട്ടുകൾ, പാരുക്കുള്ള നല്ല നാട് പോലെ സുബ്രഹ്മണ്യ ഭാരതിയുടെ പാട്ടുകൾ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പോരാ പോരാ നാളിൽ നാളിൽ പോലെയുള്ള പാട്ടുകൾ, പണ്ട് മുതലേ അതിപ്രശസ്തമായ അതല്ലാതെ അനേകം പാട്ടുകളുണ്ട്. ഇവയാണ് യഥാർത്ഥത്തിൽ പല ഭാഷയിലായിട്ട് കിടന്നിരുന്ന ഈ രാഷ്ട്രത്തെ ഈ ആൻറ്റി കൊളോണിയൽ സമരങ്ങൾ, അതായത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ കാലത്ത് ഒരൊറ്റ ജനതയാണെന്ന ഒരു പൊതു ഏകകത്തിലേക്ക് ഒരുമിപ്പിച്ചതിൽ തന്നെ ഈ പാട്ടുകൾക്ക് പങ്കുണ്ട്. അതിലേതെങ്കിലും പെട്ടൊരു പാട്ടാണോ ഈ പരമപവിത്രമതാകിയ മണ്ണിൽ എന്ന് പറഞ്ഞ് ഈ കുട്ടികൾ പാടുന്ന ഈ പാട്ട്? അല്ലേ അല്ല. ഈ പാട്ട് ഇന്ത്യൻ ദേശഭക്തി ഗാനങ്ങളുടെ ഒരു പട്ടികയിലുമില്ല. ഇത് പൂർണ്ണമായും RSS ശാഖകളിൽ പാടുന്ന ഒരു ഗണഗീതമാണ്. അവരുടെ ഒരു പ്രാർത്ഥനാ ഗീതമുണ്ട്, ഇന്ത്യയിലെമ്പാടും പാടുന്ന നമസ്തേ എന്നൊക്കെ ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞാൽ ഇവർ ഗണഗീതം എന്ന് വെച്ചാൽ ഗണമായി കൂട്ടമായി സംഘം ചേർന്നിരുന്ന് RSS സംഘപരിവാർ അണികൾ ശാഖയിൽ പാടുന്ന ഗീതം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഗ്രൂപ്പ് മ്യൂസിക് എന്നോ ഗ്രൂപ്പ് സോങ് എന്നോ ഒന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. അവർ പാടുന്ന ഗണഗീതമാണിത്. ഇനി ഈ പാട്ടിന് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ആ പാട്ട് യഥാർത്ഥത്തിൽ ഡീകോഡ് ാണ്. ഒറ്റ കേൾവിയിൽ കേട്ടാൽ ഒരു സാധാരണ പ്രേക്ഷകന് ഇതൊരു ദേശഭക്തി ഗാനമാണെന്ന് തോന്നും. അത് RSSൻ്റെ ഒരു തന്ത്രമാണ്. യഥാർത്ഥത്തിൽ ആ പാട്ടൊരു ദേശഭക്തി ഗാനമല്ല എന്ന് അതിൻ്റെ ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട്. പരമപവിത്രമതാകിയ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്നാരംഭിക്കുന്ന ആ പാട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാവും. പരമപവിത്രമായ മണ്ണ്, ഈ പവിത്രമായ മണ്ണ് എന്ന് വെച്ചാൽ എന്താണ്? ഹോളി ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. പാവനമായ ഭൂമി, പുണ്യഭൂമി. ഈ പുണ്യഭൂമിയാണ് ഭാരതം എന്ന നിലയ്ക്ക് ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് VD സവർക്കറാണ്. VD സവർക്കർ ഈ രാഷ്ട്രത്തിലുള്ള മനുഷ്യരെ നിർവചിക്കുന്നത് ഹിന്ദുസ്ഥാൻ എന്ന സിന്ധു സമുദ്രത്തിനും സിന്ധു പർവ്വതത്തിനും ഇടയിൽ കിടക്കുന്ന, മുകളിൽ ഹിമാലയത്തിനും സിന്ധു സമുദ്രത്തിനും ഇടയിൽ കിടക്കുന്ന ഈ മണ്ണിനെ പുണ്യഭൂമിയായും പിതൃഭൂമിയായും അവരാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ അവകാശികൾ, അവരാണ് ഹിന്ദുക്കൾ എന്നാണ് നിർവചിക്കുന്നത്. അതായത് പിതൃഭൂമിയായി കാണുക, മാതൃഭൂമിയായി കാണുക, ഫാദേഴ്സ് ലാൻഡ് ഓർ മദേഴ്സ് ലാൻഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ട് കാണാം. പക്ഷേ ഹോളി ലാൻഡ്, ഈ മണ്ണ് പാവന ഭൂമിയാണ് അഥവാ ഹോളി ലാൻഡാണ് എന്ന് കരുതണം എന്നാവശ്യപ്പെടുന്നതോടുകൂടി ഹിന്ദുക്കൾ എന്ന ഒരു പൊതു ഫോൾഡിൽ ഇവർ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരല്ലാത്തവരെല്ലാം ഒരു തരത്തിൽ പുറത്താവും. അതായത് പിന്നെ മക്ക പുണ്യഭൂമിയായി കരുതുന്നവർ ഈ നാട്ടുകാരല്ല, മദീന പുണ്യഭൂമിയായി കരുതുന്നവർ ഈ നാട്ടുകാരല്ല, ജെറൂസലേം പുണ്യഭൂമിയായി കരുതുന്നവർ ഈ നാട്ടുകാരല്ല. അതായത് ഈ നാടിനെ കേവലം ഒരു പുണ്യഭൂമിയായി മാത്രമായി നിർവചിക്കുക എന്ന് പറയുന്നത് സവർക്കർ മുന്നോട്ട് വെച്ച വിഭജന രാഷ്ട്രീയത്തിൻ്റെ നിർവചനമായിരുന്നു. അതാണ് ഈ പാട്ടിൻ്റെ ആദ്യത്തെ വരിയിൽ തന്നെ ഉള്ളത്. പരമപവിത്രമായ മണ്ണ് എന്ന് പറയുന്ന ഈ പ്രതീകം, ഭാരതാംബ, ഭാരതമാതാവ്. ഭാരതമാതാവിനൊന്നും ആരും എതിരല്ല, മാതാവായിട്ടോ പിതാവായിട്ടോ എന്തു വേണമെങ്കിലും കാണാം. പക്ഷെ എല്ലാവരും അങ്ങനെ കാണണം എന്ന് വാശി പിടിക്കരുത്. ഞങ്ങൾ കാണുന്ന ഭാരതമാതാവിനെ എല്ലാവരും കണ്ടോളണം എന്ന് വാശി പിടിക്കരുത്. ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഫോട്ടോയ്ക്ക് മുന്നിൽ നിങ്ങളൊക്കെ പുഷ്പാർച്ചന നടത്തണം എന്ന് വാശി പിടിക്കരുത്. അതൊന്നും ഒരു സ്വതന്ത്ര മതേതര ജനാധിപത്യ രാഷ്ട്രത്തിൽ നടപ്പുള്ള കാര്യമല്ല. ആ അർത്ഥത്തിലുള്ള ഒരു പാട്ടാണിത്. ഈ പാട്ടിൻ്റെ വരികൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാട്ട് കൃത്യമായൊരു ഹിന്ദു ഫോൾഡിങ്ങിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അത് RSS ഗണഗീതമാവുന്നതിനോടോ RSS ശാഖയിൽ പാടുന്നതിനോടോ RSSകാർ വീട്ടിൽ പാടുന്നതിനോടോ അവരുടെ ഏതെങ്കിലും ഓഫീസിലോ കാര്യാലയത്തിലോ പാടുന്നതിനോടോ ഒന്നും നമുക്കാർക്കും വിയോജിപ്പില്ല. അതൊക്കെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമാണ്, അവർക്ക് ചെയ്യാം. പക്ഷേ ഇന്ത്യൻ റെയിൽവേ അതിനുള്ള സ്ഥലമല്ല. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിനുള്ള സ്ഥലമല്ല. ഇതിനോട് കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് ഷിജു ഖാൻ സൂചിപ്പിച്ച ഈ വിശ്വേശ്വർ ഘാടി എന്ന് പറയുന്ന കർണാടകയിലെ MP
കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ ദേശീയ ഗാനം മാറ്റണം എന്നാണ്. ദേശീയ ഗാനം മാറ്റി പകരം വന്ദേ മാതരം ആക്കണമെന്നാണ്. അദ്ദേഹം ദേശീയ ഗാനത്തിൻ്റെ കുഴപ്പം ഏറെക്കാലമായി ഈ ഭയ്യാജി ജോഷിയൊക്കെ മുൻപേ RSSകാർ പറഞ്ഞിരുന്ന അതേ വാദം ആവർത്തിക്കുന്നുണ്ട്. ഇത് ബ്രിട്ടീഷ് രാജാവ് വരുമ്പോൾ അദ്ദേഹത്തിനുള്ള സ്തുതിഗീതമായി എഴുതിയതാണ് ഇന്ത്യൻ ദേശീയ ഗാനം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ജനഗണമന എന്ന് ആരംഭിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും ആദരണീയമായ ദേശീയ ഗാനത്തെ ഇന്ത്യയിൽ ഏറ്റവും അപമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് BJP-കാരാണ്. ഈ ബ്രിട്ടീഷുകാർക്ക് പാടിയതാണ് സ്തുതിഗീതമായിട്ടാണ് ഇത് പാടിയത് എന്ന് പറയുന്ന വാദം അങ്ങേയറ്റം വ്യാജമായൊരു വാദമാണ്. അത് പലവട്ടം അത് രചിച്ച രവീന്ദ്രനാഥ ടാഗോർ തന്നെ നിഷേധിച്ചിട്ടുള്ളതാണ്. 1937 അദ്ദേഹം നിഷേധിച്ചു, 39 നിഷേധിച്ചു. വേണമെങ്കിൽ ഞാൻ ടാഗോറിൻ്റെ വാചകങ്ങൾ തന്നെ കോട്ട് ചെയ്യാം. ടാഗോർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞാനിത് ജോർജ് അഞ്ചാമൻ്റെയോ ആറാമൻ്റെയോ ഒരു ബ്രിട്ടീഷ് രാജാവിൻ്റെയും വരവിനോ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടോ എഴുതിയതല്ല. ഭാരതഭാഗ്യ വിധാതാവിനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഭാരതം എന്ന ഇന്ത്യ എന്ന രാഷ്ട്രത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഗാനം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി 2 തവണ അതിവിശദമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഈ കവിത എഴുതിയ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ കവിയെയും ഇന്ത്യയുടെ ദേശീയ ഗാനത്തെയും അവർ അപമാനിക്കും. അവർ തരം കിട്ടുമ്പോൾ ഇത് അപമാനിക്കും. അതേസമയം നേരെ മറിച്ച് ചില സമയത്ത് ഈ ദേശീയ ഗാനം പാടുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ എഴുന്നേറ്റ് നിൽക്കാത്ത ആൾക്കാർക്ക് ദേശസ്നേഹം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെല്ലുവിളിക്കാനും ഇവർ പോകും. ഇതിന് രണ്ടിനും യാതൊരു മടിയുമില്ല. തരം പോലെ ഇത് രണ്ടും ചെയ്യും. എന്താണ് കാര്യം? തങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വർഗീയ വിഭജനം ഈ നാട്ടിൽ നടത്തണം. അതിനാവശ്യമായ രീതിയിലുള്ള ഒരു വർഗീയ ഹിന്ദുത്വ ഫോൾഡ് നിർമ്മിച്ചെടുക്കണം. അതിന് ഏത് പൊതുമേഖലാ സ്ഥാപനത്തെയും ഉപയോഗിക്കാം, ഏത് വേദിയെയും ഉപയോഗിക്കാം, ഏത് ചരിത്രത്തെയും വളച്ചൊടിക്കാം. ഇന്ത്യ ഏറ്റവും ആദരിക്കുന്ന ദേശീയ ഗാനത്തെക്കുറിച്ച് വരെ ഇല്ലാത്ത വ്യാജ കഥകൾ വീണ്ടും വീണ്ടും MP പോലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പരമോന്നതമായ ഒരു സഭയിലിരിക്കുന്ന വ്യക്തിക്ക് ഇത്തരം വ്യാജ കഥകൾ നിന്ന് പറയാം. ഇതെല്ലാം ചെയ്യാം ഇന്ത്യയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ദേശസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന ഇവരാണ് യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ. ഇതാണ് ഇതിൻ്റെ വാസ്തവം. ഇപ്പം ഈ ഗണഗീത വിവാദത്തിൻ്റെ സംഭവത്തിൽ നിങ്ങൾ നോക്കൂ, തുടർച്ചയായി അതിനുശേഷം BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ ഞാൻ നോക്കുകയായിരുന്നു. അവർ പാടിയതിൽ ആ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കുട്ടികളെ വെച്ചൊരു അനുതാപം സൃഷ്ടിക്കാനുള്ള ശ്രമം. ആരാണ് കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത്? നമുക്ക് ഏതെങ്കിലും കുട്ടികളോട് അത്തരത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ? കുട്ടികൾ നിരപരാധികളാണ്. കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള അധ്യാപകർ, അതിന് പിന്നിൽ ഈ സംഘപരിവാർ പ്രവർത്തകരായ ആരൊക്കെയോ ചേർന്നിട്ടാണ് ഈ പരിപാടി ചെയ്തത് എന്ന് വ്യക്തമാണല്ലോ. രണ്ടാമത്തെ ഒരു വാദം എന്താണ്? അത് ഇന്ത്യയുടെ പൊതുവായ പാട്ടാണെന്നാണ്. ഇന്ത്യയുടെ പൊതുവായ പാട്ടായിട്ട് എങ്ങനെയാണ് ഇത്തരം ഒരു പാട്ട് മാറുന്നത്? നമ്മുടെ കേരളത്തിൽ എത്രയോ മഹാന്മാരായ ബോധേശ്വരൻ മുതലുള്ള എത്രയോ കവികൾ എഴുതിയിരിക്കുന്ന, അംശിനാരായണ പിള്ളയെ പോലുള്ള എഴുതിയിരിക്കുന്ന എത്രയോ ദേശഭക്തി ഗാനങ്ങളുള്ള അതിസമ്പന്നമായ ദേശഭക്തി ഗാനങ്ങളുടെ ഒരു സാഹിത്യ പരമ്പരയുള്ള നാടാണ് കേരളം. അതിലൊരു പാട്ടുമല്ല ഇത്. അതിലേതെങ്കിലും പാട്ട് വേണമായിരുന്നു ആ കുട്ടികൾ പാടാൻ എന്നും എനിക്ക് വാദമില്ല. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. പക്ഷേ ആ പാട്ട് വളരെ ആസൂത്രിതമായി RSSന്റെ ഗണഗീതമായി മാറുന്നത് എങ്ങനെയാണ്? RSSന്റെ ഗണഗീതം ഇന്ത്യയുടെ ദേശഭക്തി ഗാനമല്ല, അത് രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ഒരു ദേശഭക്തി ഗാനമാണ്. ആ രാഷ്ട്രീയ ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ദേശരാഷ്ട്രത്തിൻ്റെ ഒരു തരത്തിലുള്ള കുത്തകയും അതിൻ്റെ ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു പ്രചരണവും ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുക്കേണ്ടതല്ല. ഇന്ത്യൻ റെയിൽവേ അതിനുള്ള ടൂളല്ല. അതായത് നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്നവർ ഇപ്പോൾ കരുതുന്നത് നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാ പൊതുസ്ഥാപനങ്ങളും ഇവർക്ക് ഇവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള ഉപാധികളാണ് എന്നാണ്. അത് അതിവിചിത്രമായൊരു സംഭവമാണ്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിരാശാജനകമായ ഒരു അന്തരീക്ഷമാണത്. ഞങ്ങൾ തരുന്നു, അങ്ങനെയാണല്ലോ. ഫണ്ട് തരുന്നതിനെ പറ്റി പറഞ്ഞാൽ പോലും ഞങ്ങൾ തരുന്നു. ഞങ്ങൾ തരികയല്ല, നമ്മൾ കൊടുത്ത ഫണ്ടാണ് തിരിച്ചു തരുന്നത്. നമ്മൾ അടച്ച നികുതിയിൽ നിന്നാണ് ഈ ഫണ്ട്. ഇന്ത്യയുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ പൊതുഖജനാവിലെ ഫണ്ടാണ്. ഇതുപോലെയാണ് ഞങ്ങൾ ചിലത് പറയും, ഞങ്ങൾ ചിലത് ചെയ്യും. ഞങ്ങൾ ഇത്തരത്തിൽ ഹിന്ദുത്വ വർഗീയ പ്രമേയങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ തന്നെ പ്രചരിപ്പിക്കും. ഇതിനൊക്കെ ഉള്ള അവകാശം ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് ഈ ഭരണകൂടത്തിനുണ്ട് എന്ന് അവരങ്ങ് പറയുകയാണ്. എങ്ങനെയാണ് ഭരണകൂടത്തിന് അത്ര അവകാശം ഉണ്ടാവുന്നത്? അങ്ങനെ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഭരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ ഭരണത്തിന് കീഴിലല്ല ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് ഭരണഘടനാടിസ്ഥാനത്തിൽ ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ്. ഭരണഘടനയ്ക്ക് കീഴിലാണ് ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ ജുഡീഷ്യറി, ഇന്ത്യൻ ജനത നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് കൃത്യനിർവഹണം നടത്തുക എന്നത് മാത്രമാണ് ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. അല്ലാതെ ഭരണകൂടത്തിന് എന്തെങ്കിലും രാഷ്ട്രീയം പ്രചരിപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ റെയിൽവേയെ ഉപയോഗിക്കാം. ഭരണഘടനയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്ക് വന്ദേ മാതരം ദേശഭക്തി ഗാനമാകണം. അദ്ദേഹം പറയാണ്, നിങ്ങൾ ഈ
ജനഗണമന മാറ്റണം എന്ന് മാത്രമല്ല, ഈ വിശ്വേശ്വർ ഖാഡിയുടെ പ്രസംഗത്തിലെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹം പറയുന്നത്, ആ BJP MP പറയുന്നത് വന്ദേ മാതരമാക്കണം എന്നാണ്. വന്ദേ മാതരമാണോ ജനഗണമനയാണോ ദേശീയഗാനമാക്കേണ്ടത് എന്നുള്ള ചർച്ച ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വന്നതാണ്. അതിനെല്ലാം ശേഷമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന എന്നാരംഭിക്കുന്ന രവീന്ദ്രനാഥ ടാഗോർ രചിച്ചിരിക്കുന്ന രചനയെയും അതിന് തത്തുല്യമായ പദവിയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുടനീളം അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾ പാടിയ ഒരു ഗാനം എന്ന നിലയ്ക്ക് വന്ദേമാതരത്തിന്റെ ആദ്യ സ്റ്റാൻസിനെയും നിങ്ങളത് മനസ്സിലാക്കണം, ആദ്യ പാരഗ്രാഫിനെ മാത്രം അംഗീകരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഗണഗീതത്തിന്റെ വരികൾക്ക് എന്താണ് ദോഷമെന്ന് ചോദിക്കുന്നില്ലേ, അതുപോലെ ഞാനിപ്പോൾ ആ ദോഷം കൃത്യമായി ഡീകോഡ് ചെയ്ത് പറഞ്ഞു. അതുപോലെ വന്ദേമാതരത്തിനെ പൊതുവെ ദേശഭക്തിപാനമാക്കുന്നതിന്റെ ദോഷങ്ങൾ വളരെ കൃത്യമായി അപ്പോൾ എണ്ണമിട്ട് ജവഹർലാൽ നെഹ്റുവും രാജേന്ദ്ര പ്രസാദും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. ആ വന്ദേമാതരം എന്ന ഗാനത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ സാധാരണ പാട്ടായി ഗാനമായി കേൾക്കുന്നത്. അതിന്റെ ബാക്കി സ്റ്റാൻസ് എടുത്താൽ അതിലൊരു ഭാഗത്ത് നിങ്ങൾക്ക് ദുർഗാദേവിയെ സ്തുതിക്കുന്നത് കേൾക്കാം, സരസ്വതി ദേവിയെ സ്തുതിക്കുന്നത് കേൾക്കാം, 10 കൈകളിൽ ആയുധം ധരിച്ചു നിൽക്കുന്ന ദുർഗാദേവി എന്ന് കേൾക്കാം. ഇതൊരു പൊതു ഇന്ത്യയുടെ ദേശീയ ഗാനമായി മാറേണ്ടതുണ്ടോ എന്നതായിരുന്നു മുമ്പിലെ ചോദ്യം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ദുർഗാദേവിയെയും സരസ്വതിയെയും ആരാധിക്കുന്നവരും ഇന്ത്യയിലുണ്ട്, മറ്റനേകം ആരാധനകൾ പിന്തുടരുന്നവരും ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രത്യേകമായ മതത്തിന്റെ ഈശ്വര ബിംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ദൈവഭാവനകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനം ദേശീയ ഗാനമായി സ്വീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടിന്റെ ഭാഗമായിട്ടാണ് പൊതുവെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ജനഗണമന എന്ന ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ ഈ പറയുന്ന ഒരു ചർച്ചകളെയും മാനിക്കാതെ ഒറ്റയടിക്ക് അങ്ങ് പറയുകയാണ്, ഇപ്പോൾ വന്ദേമാതരത്തിന്റെ 150-ാം വർഷമാണ്, അപ്പോഴങ്ങ് പറയുകയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ അപമാനിച്ചു, ഇന്ത്യയുടെ ദേശീയ ഗാനമായി ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ ഗാനമായിരുന്നു വരേണ്ടത്, രവീന്ദ്രനാഥ ടാഗോറിന്റെ പിന്നിൽ വേറെ കളിയാണ് നടന്നത്, നെഹ്റു മുസ്ലിങ്ങൾക്ക് വേണ്ടി കളിച്ചതാണ്, ഇങ്ങനെ കുറെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് ഇന്ത്യൻ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, ഇന്ത്യൻ സംസ്കാരത്തെ വളച്ചൊടിക്കുന്നു. ഇവയ്ക്കെല്ലാമുള്ള ഉപകരണങ്ങളായി ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അവയുടെ പ്രധാനപ്പെട്ട ഹാൻഡിലുകളെയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു ഞെട്ടലുളവാക്കുന്ന ചിത്രമാണ് യഥാർത്ഥത്തിൽ ഗണഗീതം പാടുന്ന കുട്ടികളെ സംപ്രേഷണം ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഒരു ചിത്രം. അത് വളരെ നിരാശാജനകമാണ്. യഥാർത്ഥത്തിൽ അത് പ്രതിഷേധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അവർക്ക് അവരുടെ ശാഖയിലോ കാര്യാലയത്തിലോ എവിടെ വേണമെങ്കിലും ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആവാം, ഇഷ്ടമുള്ള ഏത് പാട്ട് വേണമെങ്കിലും നമസ്തേ സദാവത്സലേ എന്ന് പാടാം, ഒക്കെ പാടാം. പക്ഷേ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഹാൻഡിലുകളിൽ, അവരുടെ സ്ഥലങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ഇത്തരം പാട്ടുകൾ ഇന്ത്യയുടെ ദേശഭക്തി ഗാനമാണ് എന്ന നിലയ്ക്ക് പറയുന്നത് അംഗീകരിക്കാൻ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും മുറുകെ പിടിക്കുന്ന, ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ശരി ശരി നിവിൻ, അവിടെയാണ് പ്രശ്നം. കുട്ടികൾ ആ പാട്ട് പാടുന്നു എന്നിടത്തല്ല, അത് റെയിൽവേ അവരുടെ ഔദ്യോഗിക പേജിൽ ഈ നിലയിൽ അത് പങ്കുവെക്കുന്നു എന്നിടത്താണ് പ്രശ്നം. മുൻപ് താങ്കൾ കടക്കൽ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതൊരു പൊതു ഇടമാണ്, പൊതു സ്വത്താണ് എന്ന് താങ്കൾ പറയുന്നു. പക്ഷെ അവിടെ CPIM-ന്റേതെന്ന് തോന്നുന്ന ഒരു വിപ്ലവ ഗാനം പാടിയാൽ അത് കേസാകും. പക്ഷേ ഈ ഇന്ത്യൻ റെയിൽവേയിൽ വന്നിരുന്ന മറ്റൊരു വിഭാഗത്തിൻ്റെതെന്ന് തോന്നുന്ന ഒരു പാട്ട് പാടുമ്പോൾ അത് ദേശഭക്തിയുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയുമാകും. അല്ലേ നിബിൻ? അതൊരു ഇരട്ടത്താപ്പല്ലേ? RSSന്റെ ഗണഗീതം എങ്ങനെ കുട്ടികൾ പാടുന്നു എന്ന് നേരത്തെ സംസാരിച്ച ആൾ പറയണ്ടായി. അത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ, സംഘം ജനങ്ങളിലേക്ക് ഇറങ്ങുകയും കോൺഗ്രസ് ചുരുങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് സംഘത്തിൻ്റെ ഗണഗീതങ്ങൾ പൊതുജനങ്ങൾ പാടുകയും അത് നെഞ്ചിലേറ്റുകയും ചെയ്തത്. 1970 ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേമാതരം 96 ടാഗോർ ആദ്യമായി പാടുമ്പോൾ ആ പാടിയതിനെ എതിർത്തത് 2 പേരാണ്. യഥാർത്ഥത്തിൽ 3 എൻറ്റിറ്റികളാണ്, 2 പേരാണ്. ഒന്ന് ജിന്നയും ജിന്നയുടെ മുസ്ലിം ലീഗും, പിന്നെ ഒന്ന് നെഹ്റുവാണ്. അതുകൊണ്ട് തന്നെ വന്ദേമാതരം മൊത്തമായി എടുക്കാൻ സാധിക്കില്ല എന്നും ദുർഗയും ലക്ഷ്മിയും വരുന്ന ഭാഗം ഒഴിവാക്കണമെന്നും പറഞ്ഞ് അന്ന് നെഹ്റു വന്ദേമാതരത്തെ പോലും എതിർക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൽ വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 2 പാരഗ്രാഫ് നമ്മൾ സ്വീകരിക്കേണ്ട അവസ്ഥ വന്നത്. ലക്ഷ്മി ദുർഗ എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനും ലീഗിനും ഒരേ അവസ്ഥയാണ്. കോൺഗ്രസ്സിന് ഇവിടുത്തെ ഹിന്ദു ചിഹ്നങ്ങളോട്, ഹിന്ദു ദൈവങ്ങളോട് വിരോധവും വിരക്തിയുമാണ്. ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കാൻ, ഹിന്ദു ദൈവങ്ങളുടെ പേര് കേട്ടാൽ അതിൽ വിരളി പൂണ്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്ന നെഹ്റുവിൻ്റെ അതേ പിൻതലമുറക്കാരാണ് ഇപ്പോഴും കോൺഗ്രസ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ചുരുങ്ങുകയും സംഘം വളർന്ന് സംഘം ഞാൻ പറയുന്നതിടെ പറയല്ലേ,
സംഘം വളർന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് പോവുകയും ചെയ്തത്. സംഘം വളർന്നതുകൊണ്ടാണ് അത് ജനങ്ങൾ ഈ പാട്ടുകൾ, സംഘത്തിലെ ഗണഗീതങ്ങൾ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നത്. ഇവരാരും ശാഖയിൽ വന്ന ആളുകളല്ല. ഈ കുട്ടികളാരും ശാഖയിൽ വന്ന ആളുകളല്ല. അതാണ് പ്രശ്നം. അത് കേന്ദ്രീയ വിദ്യാലയമാണ്. ആ സ്കൂളിൽ ആ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുകയാണ്. അവർക്കറിയില്ല ഇത് എന്താണ് എന്നുള്ളത്, ഇതിൽ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ആ സ്കൂളിൽ അത് പഠിപ്പിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ ഫാക്ച്വൽ എററാണ് നിങ്ങൾ പറയുന്നത്. ആദ്യം ഉദ്ഘാടന സഭയുടെ കാര്യം പറഞ്ഞു, രണ്ടാമത്തെ ഫാക്ച്വൽ കേന്ദ്രീയ വിദ്യാലയമല്ല. പറഞ്ഞുതരാ, അത് കേന്ദ്രീയ വിദ്യാലയമല്ല, അത് കേന്ദ്രീയ വിദ്യാലയമല്ല. രാഷ്ട്രധർമ്മ പരിസ്ഥിതി അത് കേന്ദ്രീയ വിദ്യാലയം അല്ല, ഉദ്ഘാടനത്തിന്റെ ഭാഗമാണെന്ന് റെയിൽവേ പറയുന്നത് കേന്ദ്രീയ വിദ്യാലയമല്ല. ഉദ്ഘാടനത്തിന്റെ കേന്ദ്രീയ വിദ്യാലയമല്ല, കേന്ദ്രീയ വിദ്യാലയമല്ല. ഷിജുഖാൻ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം. ഞാൻ പറയുന്നതിനിടയിൽ പറയാതിരിക്കും. അങ്ങൊരു സീനിയർ ഡിബേറ്റർ ആയതുകൊണ്ടാണ് അങ്ങ് പറയുന്നതിനിടയിൽ ഇടപെട്ടില്ല. ഇല്ല, ഞാൻ ഫാക്ച്വൽ അങ്ങ് ഒരു സീനിയർ ഡിബേറ്റർ ആയതുകൊണ്ടാണ് അങ്ങ് പറയുന്നതിനിടയിൽ പല ഫാക്ച്വൽ എറർ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാനൊന്ന് വ്യക്തമാക്കി പോയിക്കോട്ടെ. ഇവിടെ ഷിജുഖാൻ പറയുകയുണ്ടായി റെയിൽവേക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടോ. റെയിൽവേ ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. റെയിൽവേക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. ബെന്നറ്റ് കോൾമാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ ഒരു പത്രത്തിന് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾക്കും പ്രൈവറ്റ് എൻറ്റിറ്റികൾക്കും ഒക്കെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. അങ്ങയുടെ വാദത്തെ ഞാൻ ഗണ്ണിച്ച് പറയുകയാണ്. റെയിൽവേക്കും സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള റെയിൽവേക്കും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. വന്ദേ മാതരത്തിലെ ലക്ഷ്മി ദുർഗ എന്ന് വരുന്ന ഭാഗങ്ങൾ എതിർത്ത നെഹ്റുവിൻ്റെ അതേ പിന്തുണക്കാർ പിന്നീട് സംഘത്തിൻ്റെ ഗണഗീതങ്ങളും ദേശഭക്തി ഗാനങ്ങളും എതിർക്കുന്നു. മുന്നേ ഒരാൾ പറയുന്നത് കേട്ടു, ദേശഭക്തി ഗാനങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. അങ്ങനെ ദേശഭക്തി ഗാനങ്ങളുടെ ലിസ്റ്റ് ഒന്നുമില്ല. ദേശീയ ഗീതം, ദേശീയ ഗാനം, ലക്ഷ്മിയും ദുർഗയും മാത്രം മതിയോ? എല്ലാവരും വേണ്ടേ? അല്ല, ഇത് പാടിയ ആളുകളോട് ചോദിക്കണം. അവരാണ് ഇത് പാടിയത്. അത് പാടിയതിൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ അത് പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. നിപിൻ പറഞ്ഞത് കേട്ടാൽ തോന്നും സംഘപരിവാറിന്റെ വലിയ ആശയങ്ങളും ഭാരതാംബ എന്ന ബിംബത്തെ, ഭാരതാംബ എന്ന സങ്കല്പത്തെയും ഒക്കെ മനസ്സിലാക്കിയാണ് എന്ന് നിപിന് തോന്നില്ലേ? പക്ഷെ അതാണോ? അത് തിരിച്ചറിയാനുള്ള പ്രായം ആ കുഞ്ഞുങ്ങൾക്കുണ്ടോ? ഈ പരമപവിത്ര ഭൂമി എന്നൊക്കെ പറയുമ്പോൾ ശ്രീചിത്രൻ ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ അതിന്റെ ചരിത്രം അറിഞ്ഞിട്ടാണോ കുഞ്ഞുങ്ങൾ പാടിയത്? പകരം എന്താണ് അവരത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിദ്യാലയം കേന്ദ്രീയ വിദ്യാലയമല്ല എന്ന് മനസ്സിലായോ? സ്കൂളിലാണോ അത് പഠിപ്പിച്ചത്? ആ വിദ്യാലയം കേന്ദ്രീയ വിദ്യാലയമല്ല എന്ന് മനസ്സിലായോ? ആ സ്കൂളിലാണോ അത് പഠിപ്പിച്ചത്? അത് പറയൂ. ആ സ്കൂൾ കേന്ദ്രീയ വിദ്യാലയമല്ല എന്ന് അംഗീകരിച്ചോ? പറയുന്നുണ്ടല്ലോ സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ഞാൻ പറയാം, ആ സ്കൂൾ കേന്ദ്രീയ വിദ്യാലയമല്ല എന്ന് അംഗീകരിച്ചോ? കേന്ദ്രീയ വിദ്യാലയമല്ല എന്ന് അംഗീകരിച്ചോ? നിപിൻ, അധ്യാപകൻ പറയുന്നത് താങ്കൾ കേട്ടിരുന്നത് ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചതാണ്, അല്ലാതെ നിപിൻ പറയുന്നത് പോലെ സുഹൃത്തെ വിഷയത്തിൽ നിന്ന് നിപിൻ പറയുന്നത് പോലെ കേന്ദ്രീയ വിദ്യാലയമല്ലെന്ന് ആദ്യം നിങ്ങൾ അംഗീകരിക്കും. ശരി, അത് പഠിപ്പിച്ചു. അവിടെയാണല്ലോ പ്രശ്നം. ആ കുഞ്ഞുങ്ങളത് സംഘത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ല കുഞ്ഞുങ്ങളത് പഠിക്കുന്നത്. അവർക്ക് അതിന്റെ അർത്ഥം അറിയില്ല. അർത്ഥമറിയാതെ അവർ വന്നു നിന്ന് പാടുകയാണ്. അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തെളിവില്ലാതെ ആരോപണം പറയുന്നതാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു എന്ന് പറയുന്നത് അധ്യാപകനാണ്, ആ പ്രഥമ അധ്യാപകൻ. അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഞങ്ങൾ പഠിപ്പിച്ചതാണ്. പ്രധാന അധ്യാപകൻ അങ്ങനെയല്ല പറഞ്ഞത്. പ്രധാന അധ്യാപകൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. പ്രധാന അധ്യാപകൻ പറഞ്ഞത് സ്കൂളിൽ പാടാറുണ്ട് എന്നും എല്ലാ ദിവസവും പർട്ടിക്കുലർ ഇവന്റിന് വേണ്ടി പഠിപ്പിച്ചതല്ല. നിങ്ങൾ പറയുന്ന ലാർജർ കോൺസ്പിറസി ഇതിന്റെ അകത്തില്ല. അവർ സ്വാഭാവികമായി പഠിച്ച പാട്ട്, അവരോടൊരു പാട്ട് പാടാൻ പറയുമ്പോൾ, ഒരു ഗീതം പാടാൻ പറയുമ്പോൾ അവർ പാടുന്നു. ശരി, അപ്പോൾ അത് റെയിൽവേ പോസ്റ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ആ പാട്ട് നല്ലതായതുകൊണ്ട് മറ്റു പാട്ടുകളും അവിടെ പാടുന്നത് അതൊന്നും നല്ലതായിരുന്നില്ലേ? ഭഗത് സിംഗും ജാൻസിയും ഇവിടെ എന്ന് പറയുമ്പോ എന്താ കുഴപ്പം? ശ്രീനാരായണ അരവിന്ദൻ എന്ന് പറയുമ്പോ എന്താ പ്രശ്നം? ഭാരതാംബ എന്ന് പറയുമ്പോ എന്താ പ്രശ്നം? ഭാരതാംബ എന്താണ് പ്രശ്നം? ഈ ഭൂമി പരമപവിത്രമല്ലേ? ഈ ഭാരതം പരമപവിത്രമല്ലേ? നിങ്ങൾക്ക് ഈ ഭൂമി മോശമായി തോന്നുന്നുണ്ടോ?
നിങ്ങൾക്ക് ഈ ഭൂമി മോശമായി തോന്നുന്നുണ്ടോ? അതാണ് ചോദിച്ചത്. ഇവിടെ ആരുടെ പലർക്കും ആശയമാണ് സ്വന്തം ശ്രീ രാഷ്ട്രത്തിൽ താങ്കൾ അപമാനം കേട്ടില്ല. ഉണ്ടാകും. ഇനി വിശദീകരിച്ച സമയം കളയണ്ടല്ലോ. രണ്ട് കാര്യമേ അറിയൂ. ഒന്നുകിൽ പരമപവിത്രം അല്ലെങ്കിൽ മോശം, ഈ രണ്ട് കാര്യങ്ങളെ അറിയൂ. അപമാനം ഉണ്ടാവും. വൈദേശിക ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ശ്രീചിത്രന്റെ പോലുള്ള ആളുകൾക്ക് സ്വന്തം രാഷ്ട്രത്തിൽ അപമാനം ഉണ്ടാവും. ഞാൻ ഭാരതത്തെ കാണുന്നത്, ദേശസ്നേഹികൾ ഭാരതത്തെ കാണുന്നത് പരമപവിത്രമായിട്ട് തന്നെയാണ്. വൈദേശിക ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യമേ അറിയൂ. ഒന്നുകിൽ പരമപവിത്രം അല്ലെങ്കിൽ അപമാനം. ഇതല്ലാത്ത ഒരുപാട് സ്പേസ് ഉണ്ട് ഈ രാജ്യത്തെ ആദരിക്കാനും സ്നേഹിക്കാനും. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. സെമിനാർ അല്ലല്ലോ, സംവാദമല്ലേ നിവിൻ? പറയൂ പറയൂ പറയൂ. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇടപെടും. പ്രശ്നമില്ല, ഞാൻ ഇടപെടും. താങ്കൾ പറയൂ, പോയിന്റിലേക്ക് വരൂ. ഞാൻ നേരത്തെ ഇടപെടാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തു. ഞാൻ ഷിജു ഖാനിന് 15 സെക്കൻഡ് മറുപടി കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്തു. താങ്കൾ പറയൂ, വിഷയത്തിലേക്ക് വരൂ. സമയം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിൽ ശിവപ്രിയ എന്ന് പറഞ്ഞ 26 വയസ്സുകാരി പ്രസവത്തിന് ശേഷം ഇൻഫെക്ഷനായി മരിക്കുകയുണ്ടായി. 28 കോടി രൂപ തൃശ്ശൂർ കോർപ്പറേഷനിൽ പട്ടികജാതിക്കാർക്ക് കിട്ടേണ്ട പണം ലാപ്സ് ആവുകയുണ്ടായി. ഇതെല്ലാം മറയ്ക്കാൻ വേണ്ടി ഇടതുപക്ഷം ഒരാവശ്യവുമില്ലാതെ ഒരു ചർച്ച കൊണ്ടുവരികയാണ്, ഒരു മൂവ്മെന്റ് കൊണ്ടുവരികയാണ്. ഭരണപരമായിട്ടുള്ള വീഴ്ച ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ നിന്ന് മാധ്യമ ശ്രദ്ധ ധരിക്കാൻ ചില സമരങ്ങൾ നടത്തുന്നു. ഷിജു ഖാൻ ആളുകൾ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഞാൻ ആ സമരത്തിന് ഷിജു ഖാൻ നേതൃത്വം കൊടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. അങ്ങേപോലെ ചിന്തിക്കുന്ന ഒരാൾ ഇത്രയും ബാലിശമായ ഒരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് സമരം ചെയ്യുന്നത് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം, ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം, ഇവിടുത്തെ തൊഴിലില്ലായ്മ, ഇവിടുത്തെ ആശുപത്രികളിൽ മരുന്നില്ലാത്തത്, കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം 150 പേർക്ക് കേരളത്തിൽ പിടിച്ചു, 33 പേർ മരിച്ചു. ഇതിന് ഉത്തരം പറയാൻ ഇവിടുത്തെ ആരോഗ്യ മേഖലയ്ക്കോ ആരോഗ്യ മന്ത്രിക്കോ പറ്റുന്നില്ല. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇടതുപക്ഷം ചില ക്യാമ്പയിനുകളും ചില ഗിമ്മിക്കുകളും ചില ക്യാപ്സ്യൂളുകളും ഇറക്കുന്നു. അത്രേ ഞങ്ങളിത് കാണുന്നുള്ളൂ. സംഘം ജനങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞു. അത് ആർക്കും തടുക്കാൻ സാധിച്ചില്ല. കോൺഗ്രസ് അറിഞ്ഞില്ല സംഘം ഇത്ര കേരളത്തിൽ പോലും ഇത്ര ജനകീയമായി സംഘം പടർന്നത് കോൺഗ്രസ്സിന് അറിയാൻ സാധിച്ചില്ല. അത് ഞങ്ങളുടെ കുഴപ്പമല്ല, സംഘത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റി. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ പാട്ടുകൾ പാടുന്നത്. ഇതൊരു മിലിറ്ററി അപ്പോൾ വിദ്യാർത്ഥികൾ ഇതാ സംഘത്തെ വിദ്യാർത്ഥികളടക്കം സംഘത്തെ നെഞ്ചിലേറ്റി അതിന്റെ അർത്ഥതലങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് പാടുന്നത് എന്നുള്ളതാണ്. വിദ്യാഭാരതി നയിക്കുന്ന സ്കൂളാണത്. അപ്പോൾ അങ്ങനെ ഉൾക്കൊണ്ട് കുട്ടികൾ പാടുകയാണ് ഉള്ളിൽ നിന്നും എന്നുള്ളതാണ് BJP പറയുന്നത്. അപ്പോൾ ഈ മറ്റു വാദങ്ങൾ മാത്രമല്ല, ഇതാ 2026 കേരള നിയമസഭയിലും അവർ പാടാൻ പോകുകയാണ്. അതായത് ഇവിടെ ഹിന്ദു ദൈവങ്ങളോടോ അല്ലെങ്കിൽ മുസ്ലിം ദൈവത്തോടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദൈവത്തോടോ ഒന്നും നമുക്ക് ആർക്കും യാതൊരു വിരോധവുമില്ല എന്ന് മാത്രമല്ല, അപ്രകാരമുള്ള സങ്കല്പങ്ങളെ ആശയങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് BJPയുടെ നേതാവ് ചർച്ചയെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഈ ഹിന്ദു ദൈവങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് മാറ്റണ്ട. പിന്നെ ഹിന്ദു ദൈവങ്ങൾക്കോ മറ്റേതെങ്കിലും മതത്തിൻ്റെ ദൈവങ്ങൾക്കോ ഒന്നും ഈ വന്ദേ ഭാരതിൽ ഈ പാട്ടുപാടി അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കേണ്ട കാര്യമില്ല. വന്ദേ ഭാരതിൽ ഉണ്ടായ അടിസ്ഥാന പ്രശ്നം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ? നിങ്ങളിപ്പോഴും പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ പിന്നെ അതിൻ്റെ പരിധിയിൽ വരുന്ന അവകാശങ്ങളുണ്ടെന്നാണ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാം, എനിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ അവതരിപ്പിക്കാം, എനിക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാം, എനിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണം ഏറ്റെടുക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. രാഷ്ട്രീയ നിലപാടും പൗര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെയുള്ള നിലപാടുകൾ എടുക്കാം. അങ്ങനെ KSRTCയുടെ MDക്കോ റെയിൽവേയുടെ MDക്കോ ദൂരദർശൻ്റെ ഹെഡിനോ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രത്യക്ഷ നിലപാട് അവതരിപ്പിക്കാൻ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യമുണ്ടോ? അങ്ങനെ അങ്ങയുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. പിന്നെ സുപ്രീം കോടതിയിൽ ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുടെയോ അധികാരപ്പെട്ട സ്ഥാപനങ്ങളോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ് ആ അഭിപ്രായം നിയമപരമായിരിക്കണം, നിയമാനുസൃതമായിരിക്കണം. നിയമപരവും നിയമാനുസൃതവുമായി സ്ഥാപനത്തിന് അംഗീകരിക്കപ്പെട്ട റൈറ്റിൻ്റെ ഭാഗമായിരിക്കും. പക്ഷേ ഇതങ്ങനല്ല.
ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ നിലപാടും വിളംബരം ചെയ്യാനുള്ള വിശാലമായ സ്വാതന്ത്ര്യം കൂടി അതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്തുത വിഷയത്തിൽ നിങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നിലനിൽക്കില്ല എന്ന് ഞാൻ ഊന്നിപ്പറയാൻ കാരണം ഇത് ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായ പാട്ട് ഔദ്യോഗികമായ പ്ലാറ്റ്ഫോമിലൂടെ വിളംബരം ചെയ്യുകയാണ്. അത് പാടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ BJP വരുന്നതിന് മുമ്പ് ഇവിടെ കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നല്ലോ, ദീർഘകാലം കോൺഗ്രസ് ഭരിച്ചിരുന്നല്ലോ. കോൺഗ്രസിൻ്റെ അവരുടെ ഒരു ഔദ്യോഗിക ഗാനം, അവരുടെ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന ഒരു ഗാനം, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഗാനം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പോഷക സംഘടനയുടെ ഒരു മുദ്രാവാക്യം, അത് ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതാവില്ലേ? എല്ലാവർക്കും തുല്യനീതിയും നിയമപരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പൗരസഞ്ചയവും രാഷ്ട്രത്തിന് തുല്യരാണ് എന്ന് പറയുന്ന അടിസ്ഥാന കാഴ്ചപ്പാട് വയലേറ്റ് ചെയ്യപ്പെടില്ലേ? RSSന്റെ ഗണഗീതം ഇന്ന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട് അതെല്ലായിടത്തും അവതരിപ്പിക്കപ്പെട്ട് അതിനൊരു ഔദ്യോഗിക പരിവേഷം കിട്ടിയാൽ BJPയുടെ ഗവൺമെന്റ് എല്ലാ കാലവും ഇവിടെ തുടരില്ലല്ലോ. അടുത്തത് BJP മാറും, വേറൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരും. ആ രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രൊപ്പഗൻഡ ഇങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ BJP എന്ത് ചെയ്യും? BJPയുടെ അഭിപ്രായം എന്താവും? BJPയുടെ വിമർശനം എന്താവും? അപ്പൊ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു നിലപാട് പറയണം. പിന്നെ അസിത, ഇത് നമ്മൾ ഒറ്റപ്പെട്ടതാണെന്ന് കണക്കാക്കണ്ട. ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല. ഇപ്പോൾ 2024 ഏപ്രിൽ മാസത്തിൽ എന്താ സംഭവിച്ചത്? ഏപ്രിൽ 4-ന് ദൂരദർശൻ എന്ന് പറയുന്ന ഇന്ത്യയിലൊരു മഹാസ്ഥാപനം അത് കെട്ടിപ്പടുത്തതും അതിനുവേണ്ടി വേർപ്പൊഴുക്കിയതും അതിനെ അധ്വാനിച്ച് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചതൊന്നും BJP അല്ല. അത് ഈ രാജ്യത്തെ ജനകോടികളുടേതാണ് ദൂരദർശൻ. ആ ദൂരദർശനിൽ രാജ്യത്തെ ഒരു മൂന്നാം കിട പടം, കേരളത്തെ അസഹിഷ്ണുതയുടെയും കേരളത്തെ അപമാനിച്ച ആക്ഷേപിച്ച ഒരു തേർഡ് റൈറ്റ് മൂവി കേരള സ്റ്റോറി കൊണ്ട് പ്രദർശിപ്പിച്ച ഔദ്യോഗിക പ്ലാറ്റ്ഫോമിലൂടെ ഒരു തേർഡ് റൈറ്റ് മൂവി കേരളത്തെ ആക്ഷേപിച്ച പടം ഇവിടെ പ്രദർശിപ്പിച്ചല്ലോ. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം എന്റെയും പ്രധാനമന്ത്രിയാണ്. ഞാൻ BJPയുടെ നേതാവിനെ ഓർമ്മിപ്പിക്കുക. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഹോം മിനിസ്റ്ററുടെ ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ ആകാശവാണിയിലെ പ്രധാനമന്ത്രിയുടെ ഒരു ഓഡിയോ, ഇതൊക്കെ രാജ്യത്ത് പിന്നെ പ്രസാധനം ചെയ്യുന്നത് ഞങ്ങൾ എതിരല്ല. രാജ്യത്തെ ഗവൺമെന്റിന്റെ ഒരു പ്രചരണം, ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു പ്രസാധനം ഞങ്ങൾ എതിരല്ല. കാരണം എന്താ? എനിക്കിപ്പോ ശ്രീ നരേന്ദ്രമോദിയോട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹം പ്രൈം മിനിസ്റ്ററാണ്, മറ്റ് കേന്ദ്രമന്ത്രിമാരുണ്ട്. അതൊക്കെ അവരുടെ പൊസിഷനാണ്, അവർ ഔദ്യോഗിക പൊസിഷനിലിരിക്കുകയാണ്. ഇവിടെ RSSന്റെ ഗണഗീതം എങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ഒരു സോങ് ആയിട്ട് റെയിൽവേ ഏറ്റെടുക്കും? പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ കാലത്തും BJP ഇവിടെ അധികാരത്തിൽ ഉണ്ടാവില്ല. BJP അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് പോകും. ഈ റെയിൽവേ മേധാവികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടല്ലോ. കേരളത്തിന്റെ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അന്വേഷിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചല്ലോ. അപ്പോൾ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ ഇത്തരം രാഷ്ട്രീയ നിലപാടുകളെ ഔദ്യോഗികമാക്കാൻ ശ്രമിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആൻസറബിൾ ആണ്. അവര് കൃത്യമായ സിവിലും ക്രിമിനലുമായ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. കർശനമായ നിലപാടുകളും നടപടികളും അതിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാന പ്രശ്നം, ഇവിടെ വലിയ ഗൂഢാലോചന ഇതിലുണ്ട്. കുട്ടികൾ പാടി എന്നല്ല, കുട്ടികളെ പാടിപ്പിച്ചു. എത്ര ദേശഭക്തി ഗാനമുണ്ട്. ഭാരത സമുദായം ഭാരത സമുദായം ഭാരത സമുദായം വാഴുകവേ എന്ന തമിഴിലുള്ളതുണ്ടല്ലോ. സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര എന്ന ഉറുദുവിലെ ഗാനമുണ്ടല്ലോ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന മലയാളത്തിലെ പാട്ടുണ്ടല്ലോ. പോരാ നാളിൽ ദൂരെ ഉയരട്ടെ എന്ന് തുടങ്ങുന്ന ഗംഭീരമായ ദേശസ്നേഹ പ്രചോദിതമായ പാട്ടുകളുണ്ടല്ലോ. അതൊക്കെയാണ് ദേശസ്നേഹ ഗീതം, അതാണ് ദേശാഭിമാന ഗീതം. ഇത് RSSൽ ശാഖയിൽ അവരുടെ കോൺസ്പിറസി, അവരുടെ ഗൂഢാലോചന സിദ്ധാന്തവും പരിപാടിയും കഴിഞ്ഞ് അവർ പോകുന്ന വഴിയിൽ പാടിക്കൊണ്ടുപോകുന്ന പാട്ട് കുട്ടികളുടെ വായിൽ കുത്തി നിറച്ച് പാടിപ്പിച്ച് അവിടുത്തെ അധ്യാപകർ നടപടി സ്വീകരിക്കണം. കുട്ടികളെ കൊണ്ട് നിർബന്ധിപ്പിച്ച്, മൈനറായ കുട്ടികളെ കൊണ്ട് RSSന്റെ ഇപ്രകാരമുള്ള അവരുടെ രാഷ്ട്രീയ ഗാനം, ആ രാഷ്ട്രീയ ഗാനം ആലപിച്ച് നിർബന്ധിച്ച് ആ കുട്ടികളെ സമ്മർദ്ദത്തിൽപ്പെടുത്തി നിർബന്ധിച്ച് പാടിച്ചതായിരിക്കണം. ഞാൻ കൃത്യമായി അക്കാര്യത്തിൽ ഒരു സംശയം ഉന്നയിക്കുകയാണ്.
ഇപ്പോ അസിത പറഞ്ഞു അത് പാടിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ BJP-യിലെ എന്റെ സുഹൃത്ത് പറഞ്ഞു തെളിവുണ്ടോ എന്നാണ്. ഞാൻ തിരിച്ച് സംശയത്തോടെ ചോദിക്കുകയാണ്. സമ്മർദ്ദപ്പെടുത്തി നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിച്ചതല്ല എന്നതിന് തെളിവുണ്ടോ? അപ്പോ ആരോപണം കൃത്യമാണ്, സംശയം കൃത്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. RSSന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയും അവരുടെ രാഷ്ട്രീയ പ്രചരണവും പൊതു സ്ഥാപനങ്ങളുടെ മറവിൽ പാടില്ല. കാരണം നാളെ എന്താ സംഭവിക്കുക? RSSനോട് എതിർപ്പുള്ള സംഘടനകളുണ്ട്. അവർ ഇതേ രീതിയിൽ മറുപടി കൊടുത്താലോ? റെയിൽവേ ട്രെയിനകത്ത് കയറി അവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചാലോ, രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചാലോ? ഭൂരിപക്ഷ വർഗീയ സംഘടനയാണല്ലോ RSS. നാളെ മറ്റു വർഗീയ സംഘടനകൾ ഇതിന് കൗണ്ടർ ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ എന്ത് ചെയ്യും? രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? തീവണ്ടി മുറികളിൽ സംഘർഷം ഉണ്ടാവില്ലേ? തീവണ്ടി മുറികളിൽ ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവില്ലേ? അപ്പോ അത്തരം സംഘർഷങ്ങൾ സൃഷ്ടിക്കലാണോ RSSന്റെ ലക്ഷ്യം? എന്റെ സംശയമാണ്. RSSന്റെ ലക്ഷ്യം ഇപ്പോ സമാധാനപരമായി നമ്മുടെ അന്തരീക്ഷത്തെ ഇടവേള അനിവാര്യമാണ്. അതിന് മുൻപ് ശ്രീചിത്രയിലേക്ക് ഒരിക്കലും ശ്രീചിത്ര, എനിക്ക് വാസ്തവത്തിൽ എനിക്ക് നിബിൻ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് എന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. കാരണം പറയുന്ന പലതും എനിക്ക് ഇല്ലോജിക്കലായി തോന്നുന്നു. അതാണ് വാസ്തവം. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിനെ നോർമലൈസ് ചെയ്യാനൊരു ശ്രമം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ നിഷ്കളങ്കമായി നിബിൻ ചോദിക്കുകയാണ്, ഈ വരികൾക്ക് എന്താണ് പ്രശ്നം? ഇത് പല ആളുകളും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നത് കേട്ടു, ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത് കേട്ടു, ഞങ്ങളിത് വളരെ കാലമായി പാടുന്ന പാട്ടുകളാണ്, വരികളാണ്, ഇതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ആ നിലയിൽ സംഘപരിവാറിന്റെ ഒരു അജണ്ട, അതിനെ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമമാണോ ഇവിടെ നടക്കുന്നത്? ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കും തോന്നുന്നു ശരിയാണല്ലോ, ഇതിലിപ്പോൾ എന്താണ് പ്രശ്നം? അത് ഞാൻ ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ പാട്ടിന്റെ വരികൾ നിഷ്കളങ്കമല്ല. പരമപവിത്രമതായ ഭൂമി എന്നുള്ളത് ഹോളി ലാൻഡ് എന്ന സവർക്കറുടെ പാവന ഭൂമിയും പിതൃഭൂമിയും എന്ന വാക്കിനെ അതേപടി ആവിഷ്കരിക്കുന്നതാണ്. ഇത് ഞാൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഇതിൽ സംസാരിച്ചതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇത് വളരെ നിഷ്കളങ്കമായി കുട്ടികൾ പാടിയ ഒരു ദേശഭക്തി ഗാനം എന്നാണല്ലോ നരേഷൻ. ഞാനതൊന്ന് വ്യക്തമാക്കാം. ഈ സ്കൂൾ കേന്ദ്രീയ വിദ്യാലയമൊന്നുമല്ല. ഈ സ്കൂൾ സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ എളമക്കര എന്ന് പറയുന്ന സ്കൂളാണ്. 1979 സ്ഥാപിച്ച സ്കൂള്. ഈ സ്കൂള് രാഷ്ട്രധർമ്മ പരിഷത്ത് എന്ന ട്രസ്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഏത് വിദ്യാഭ്യാസ ശൃംഖലയുമായിട്ടാണ് ബന്ധമെന്ന് നിങ്ങൾ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കണം. വിദ്യാഭാരതി അഖിൽ ഭാരതീയ ശിക്ഷാ സംസ്ഥൻ, അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂളാണ് ഈ സ്കൂൾ. ഈ വിദ്യാഭാരതി ശിക്ഷാ സംസ്ഥാൻ എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ ശൃംഖല എന്ന് പറയുന്നത് ഇന്ത്യയിൽ RSSന്റെ കൃത്യമായ രാഷ്ട്രീയം പങ്കുവെക്കുന്ന ഒരു വിദ്യാഭ്യാസ ശൃംഖലയാണ് എന്ന് സാധാരണ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഈ നാട്ടിൽ അറിയാം. നാഗ്പൂർ മുതൽ അതിനുള്ള എത്രയോ റിപ്പോർട്ടുകൾ, വേണമെങ്കിൽ എണ്ണമറ്റ റിപ്പോർട്ടുകൾ, എത്രയോ പത്ര റിപ്പോർട്ടുകൾ, വളരെ പ്രധാനപ്പെട്ട റിവ്യൂകൾ, വളരെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളും രാഷ്ട്രീയ പ്രവർത്തകരും എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ എന്നിവയൊക്കെ വേണമെങ്കിൽ തരാം. എങ്ങനെയാണ് വിദ്യാഭാരതി ഈ RSSന്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ പങ്കുവെക്കുന്നതെന്ന്. ആ വിദ്യാഭ്യാസ ശൃംഖലയുമായി ബന്ധപ്പെട്ട സ്കൂളാണ് ഈ സ്കൂൾ. നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടാവും. കാസർഗോഡുള്ള ഇതുപോലെയുള്ള ഒരു സരസ്വതി വിദ്യാലയത്തിലാണ് കുട്ടികളുടെ പാദപൂജ അധ്യാപകർ ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം മുമ്പ് ഒരു വിവാദമുണ്ടായത്. ഇതുപോലെ ഒരു സരസ്വതി വിദ്യാലയം എന്ന വിദ്യാഭാരതിക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളിലാണ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ കുട്ടികൾ നിഷ്കളങ്കമായി പെട്ടെന്ന് ഈ പാട്ട് പാടിയതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? കുട്ടികൾ നിഷ്കളങ്കമാണ്. കുട്ടികൾക്ക് യാതൊരു കളങ്കവുമില്ല. പ്രശ്നം ഉണ്ടാകുന്ന എന്താണ്? കുട്ടികളെ ഇത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് എന്ന്, ഈ സ്കൂളിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ആരാണ് എന്ന് ഈ രീതിയിൽ വ്യക്തമായി മനസ്സിലാക്കിയാൽ എല്ലാവർക്കും ക്ലിയർ ആവും. ഇത് ക്ലിയർ അല്ലാതിരിക്കുന്നത് ഇതിനെ പോലെ കുറച്ചു പേർക്ക് മാത്രമാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി ഒരു ദേശഭക്തി ഗാനം പാടുമ്പോൾ നേരത്തെ പറഞ്ഞ പോരാ പോരാ നാളിൽ വേണ്ട, ഭാരത പാരുക്കുള്ള നല്ല നാട് വേണ്ട, സാരെ ജഹാൻ സെ അബ്ച വേണ്ട, ഈ പരമപവിത്രമതായ പൂങ്കാവനം ഈ പാട്ട് മതി എന്നങ്ങ് തോന്നി എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ സമയത്ത് രാവിലെ 10 മണിയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെയുള്ള മനുഷ്യർക്ക് മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി ചെയ്തൊരു കാര്യമാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്കൂൾ ഏത് വിദ്യാഭ്യാസ ശൃംഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നത് കൃത്യമായി വ്യക്തമാക്കിയത്. പിന്നെ ഇതിനു മുൻപ് പറയുന്നത് കേട്ടു, ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും മുഹമ്മദ് അലി ജിന്ന എതിർത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അന്ന് മുഹമ്മദ് അലി ജിന്ന അവിഭക്ത ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം എതിർത്തിട്ടുണ്ട്. 1937 ഈ തീരുമാനം ഉണ്ടാകുന്ന സമയത്ത്, ഈ ചർച്ച ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് പങ്കെടുത്ത
മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. മഹാത്മാഗാന്ധി തന്നെ കൃത്യമായി പറയുന്നുണ്ട് വന്ദേ മാതരത്തിലെ താഴെയുള്ള സ്റ്റാൻസകൾ, താഴെയുള്ള ഈ ദുർഗയെയും ലക്ഷ്മിയെയും കുറിച്ചുള്ള വരികൾ ഒരു പൊതുജനാധിപത്യ മതേതര ഇന്ത്യക്ക് യോജിച്ച രീതിയിലുള്ള ഒരു ദേശീയ ഗാനമാക്കാൻ പറ്റിയതല്ല. ഗാന്ധിയും നെഹ്റുവും അടക്കമുള്ളവർ എതിർത്തതിന്റെ ഭാഗമായിട്ടാണ് 37 ഈ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനെ തുടർന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ശേഷം 1950 ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമനയും പിന്നെ അതിന് തത്തുല്യമായ സ്ഥാനമായി വന്ദേ മാതരവും അംഗീകരിക്കപ്പെടുന്നത്. ഈ 1800കളുടെ അവസാനത്തിൽ എഴുതപ്പെട്ട ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഈ ഗാനം ആനന്ദമഠം എന്ന നോവലിലാണ് പിന്നീട് ബങ്കിം ചന്ദ്ര ഉൾപ്പെടുത്തുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണം. വന്ദേ മാതരം എന്ന ഗാനം ഹിന്ദു റിവോൾട്ട് എന്ന് പറയുന്നത്, ഹിന്ദു സന്യാസി കലാപം എന്ന് പറയുന്ന ഒരു സംഭവത്തെയാണ് ആ നോവൽ പ്രതിപാദിക്കുന്നത്. ആ ഹിന്ദു സന്യാസി കലാപത്തിൽ ഈ ഹിന്ദു സന്യാസികൾ നടത്തുന്ന ഒരു മാർച്ച് ഉണ്ട്, ഒരു റാലി. അതിൽ ഹിന്ദു സന്യാസികൾ പാടുന്ന ഒരു പാട്ടായിട്ടാണ് ആദ്യം വന്ദേ മാതരം പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ അത് ഇന്ത്യയിലെമ്പാടുമുള്ള ദേശാഭിമാനികളുടെ ഒരു ഗാനമായി പരിണമിച്ചു. ടാഗോർ തന്നെ ആ ഗാനം എടുത്തു പാടി. ആ ഗാനത്തിന്റെ കവിത കൊണ്ട്, അതിന്റെ മനോഹരമായ സംഗീതം കൊണ്ട് അവരൊക്കെ അതിന്റെ ആദ്യ ഭാഗം എടുത്തു പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗാനത്തിന്റെ ഉള്ളടക്കം ഒന്നടങ്കം മതേതരമാണെന്ന് വരുന്നില്ല. അത് കൃത്യമായി പരിശോധിച്ചത് കൊണ്ടാണ് അതിനെ ദേശീയ ഗാനമാക്കാതെ മറിച്ച് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു ഗാനത്തെ ദേശീയ ഗാനമാക്കിയത്. അതുകൊണ്ട് വന്ദേ മാതരം എന്ന ഗാനത്തോട് ഒരു വിരോധവും ആവശ്യമില്ല. ആ ഗാനവും നമുക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം ഇന്ത്യയുടെ ഈ പറയുന്ന RSSലെ ഒരൊറ്റ ഒരു മനുഷ്യൻ പോലും മേലനങ്ങാത്ത ഒരു പരിപാടി ഇന്ത്യയിൽ നടന്നു. അതിന്റെ പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അതിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയവർ, അതായത് RSSകാർക്ക് പരിചയമുള്ള ആളുകളല്ല. അന്ന് ഊർജം ചെലവാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഊർജം പാഴാക്കരുത് എന്നുള്ള ഉപദേശം, ഇവരുടെ നേതാക്കളുടെ ഉപദേശം കേട്ട് മാറി നിന്ന ആളുകളാ അന്നത്തെ ഹിന്ദു മഹാസഭയുടെ ആളുകൾ. അവരല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ മനുഷ്യർ വന്ദേ മാതരം എന്നും പാടിയിട്ടുണ്ട്. അതുകൊണ്ട് വന്ദേ മാതരം എന്ന ഗാനത്തെയും നമ്മളൊക്കെ ആദരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഏത് ഗാനമാക്കണം ഇന്ത്യയുടെ ദേശീയ ഗാനം എന്ന് പറയാൻ ഇവരാരാണ്? ഇവരുടെ പാരമ്പര്യത്തിൽ എവിടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം ഉള്ളത്? ദേശീയ ഗാനം ഏതാക്കണം എന്നതിനെ കുറിച്ച് അന്ന് ചർച്ച ചെയ്ത് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ഇങ്ങനെയൊക്കെ പറയുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളായിരുന്നു. അവർ തീരുമാനിച്ച അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും മഹോന്നതരായ ഏറ്റവും പ്രധാനപ്പെട്ട കവികൾ കൂടിയിരുന്ന് ഓരോ വാക്കിനെ കുറിച്ചും നിഷ്ണാതമായ ചർച്ച നടത്തി, അലകും പിടിയും ചർച്ച നടത്തി തീരുമാനിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനം എന്ത് എന്നതൊക്കെ. ആ ഇന്ത്യൻ ദേശീയ ഗാനത്തെ മാറ്റി സ്ഥാപിക്കണമെന്ന് കർണാടകയിൽ നിന്നുകൊണ്ട് ഒരു BJP MP അങ്ങ് വിളിച്ചു പോവുകയാണ്. അപ്പൊ എന്നാൽ അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യാം. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മുഹമ്മദ് അലി ജിന്നയാണ് അന്ന് പറഞ്ഞത്. അതായത് അതിനകത്തേക്ക് ഒരു വർഗീയത തിരികണം. കൃത്യമായി അതൊരു മുസ്ലിങ്ങൾ ആണ് വന്ദേ മാതരത്തെ ഒഴിവാക്കിയത് എന്ന ചിത്രം നിർമ്മിച്ചെടുക്കണം. ഇതാണ് ആവശ്യം. മുഹമ്മദ് അലി ജിന്ന അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സത്യമാണ്. മഹാത്മാഗാന്ധിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്ക് വിരുദ്ധമായി അന്ന് സംസാരിച്ച ആരാണെന്ന് കൃത്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പുണ്യഭൂമിയും പിതൃഭൂമിയുമായി ഭാരതത്തെ കാണണം എന്ന എഴുതി വെച്ച സവർക്കറുടെ തലയുമായി ഇറങ്ങിയ ഒരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ എഡിറ്ററുടെ പേര് നാഥുറാം വിനായക് ഗോഡ്സെ എന്നാണ്. ആ സവർക്കറുടെ തലയായിരുന്നു ഒരു ലോഗോ പോലെ ഗോഡ്സെ ഉപയോഗിച്ചിരുന്നത്. ആ ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ റിവോൾവറിൽ നിന്നുള്ള വെടിയുണ്ടയിലാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ. ഇതൊക്കെ ഇന്ത്യൻ ചരിത്രത്തിലുള്ളതാണ്. ഇതൊക്കെ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയണം എന്ന ആഗ്രഹമൊക്കെ കൊള്ളാം. പക്ഷെ ആ ആഗ്രഹം ഇവിടെ നടപ്പില്ലല്ലോ സാറേ. അതാണ് പ്രശ്നം. ഇന്ത്യയുടെ ജനാധിപത്യപരമായ മുന്നോട്ടുള്ള യാത്രയിൽ ചരിത്രങ്ങളെല്ലാം തന്നെ ഓർമ്മിക്കപ്പെടും. ആ ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ നിൽക്കുന്നവരാണ് ഇന്ത്യയിലെ ജനാധിപത്യവാദികൾ. അതാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ പടുത്തുയർത്തിയത്. ആ ഇന്ത്യൻ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് ദേശീയഗാനം അത് വേണ്ട, നമുക്ക് ഈ ദേശീയഗാനം എടുക്കാം, വന്ദേമാതരം മതി, മറ്റതങ്ങ് തട്ടിയേക്ക് എന്നൊക്കെ പറയാൻ ആരാണ് BJPക്കാർ? അവർക്ക് എന്ത് അവകാശമാണ് അതിനു മുകളിലുള്ളത്? ഇന്ത്യയുടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഒരു പരിപാടിക്കകത്ത് ഈ പാട്ട് പാടുന്നു. ഈ പാട്ട് പാടുന്നതിന്റെ രാഷ്ട്രീയമാണ് കൃത്യമായി വിശദീകരിച്ചത്. ആ കുട്ടികൾ നിഷ്കളങ്കരാണ്. ആ കുട്ടികളെ 1% കുറ്റപ്പെടുത്താനില്ല. ആ കുട്ടികൾ എന്താണോ പഠിക്കുന്നത് അത് പാടും, അത്രമാത്രം. പക്ഷെ ആ കുട്ടികളെ ഏത് നിലയ്ക്കുള്ള വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് പങ്കുചേർക്കാനാണ് വിദ്യാഭാരതി ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാണ്. അത് നാഗ്പൂരിലെ വിദ്യാഭാരതി മുതൽ ഇന്ത്യയിലെമ്പാടും വിദ്യാഭാരതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ എന്ത് രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കുത്തിവെക്കുന്നത് എന്നതിനെ പറ്റി എണ്ണമറ്റ രേഖകളുണ്ട്. അത്തരമൊരു സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണ് ഈ പാട്ട് പാടുക എന്ന സംഭവം ഉണ്ടായി. കുട്ടികളെ അതിൽ കുറ്റപ്പെടുത്താനില്ല. പക്ഷെ അതിന് പിന്നിൽ നടന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രേരണ വ്യക്തമാണ്. ആ രാഷ്ട്രീയ പ്രേരണയെ തന്നെയാണ് എതിർക്കുന്നത്. ആ രാഷ്ട്രീയ പ്രേരണ ശരിയല്ല. കേരളം പോലെ ജനാധിപത്യപരമായി നിലനിൽക്കുന്ന മതനിരപേക്ഷ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ അത് നടപ്പില്ലെന്നേ.
ഇവിടെ നടക്കുന്ന കാര്യമല്ല അത്, ഇവിടെ അനുവദിക്കാൻ പാടുള്ള കാര്യമല്ല അത്. ഈ നാട്ടിലെ ജനാധിപത്യവാദികൾ ഒന്നടങ്കം പ്രതിഷേധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ പറയാണ് സംഘം വളർന്നു. രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഈ പരമപവിത്രം പൂങ്കാവനം എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, ഇത് എഴുതിയ വ്യക്തി ആരാ? ജനഗണമന എഴുതിയ ആളുടെ പേര് രവീന്ദ്രനാഥ ടാഗോർ. വന്ദേ മാതരം എഴുതിയ ആളുടെ പേര് ബങ്കിം ചന്ദ്ര ചതോപാധ്യായ. ഈ പാട്ട് എഴുതിയതാരാ? ആരാണ് ഈ പാട്ട് എഴുതിയത്? സംഘം വളർന്നു എന്ന് പറഞ്ഞു. സംഘത്തിന്റെ ഇപ്പോഴത്തെ എത്രയാണ് സംഘത്തിന്റെ അണികളുടെ എണ്ണം? കൃത്യമായ എക്സാക്ട് എണ്ണം ഒന്ന് പറയാവോ? ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ സംഘടനകളുടെ മുഴുവൻ അവരുടെ കണക്കുകൾ അവരവരുടെ വെബ്സൈറ്റുകളിലൊക്കെ ഉണ്ടാവും. അവർക്ക് ആ കണക്കുകൾ പറയാൻ പറ്റും. ഇത്ര ആളുകളാണ് ഞങ്ങൾക്ക് അംഗങ്ങളായിട്ടുള്ളത്. എത്ര പേരാണ് RSS അംഗങ്ങൾ എന്ന് വ്യക്തമാക്കാമോ? ഈ പരമപവിത്രം എന്ന് പറയുന്ന പാട്ട് കൃത്യമായി എഴുതിയതാരാണെന്ന് വ്യക്തമാക്കാമോ? ഇതൊക്കെ ഒന്ന് വ്യക്തമാക്കിയാൽ ശ്രീധരൻ, ആ ചോദ്യം ഞാൻ അത് സമൂഹത്തിൽ എനിക്ക് സമയം ഒരു ഇടവേള വളരെ അനിവാര്യമാണ്. സമയം അതിക്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ നിലയിൽ സംഘപരിവാറിന്റെ ആശയങ്ങളുടെ വാഹകരായി റെയിൽവേ മാറാമോ എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ നിൽക്കുകയാണ്. എന്തായാലും വളരെ നന്ദി. ഞാൻ അവസാനിപ്പിക്കുന്നു. സമയപരിമിതി മൂലം ചർച്ചയിൽ ചേർന്ന 3 പേർക്കും ന്യൂസ് സർവീസ് പൂർണ്ണമാകുന്നു.